السلام عليكم ورحمة الله. وعليكم السلام ورحمة الله وبركاته. وعليكم السلام ورحمة الله وبركاته. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. أعوذ بالله من الشيطان الرجيم. ترى الظالمين مشفقين مما كسبوا وهو واقع بهم والذين آمنوا وعملوا الصالحات في روضات الجنات لهم ما يشاءون عند ربهم ذلك هو الفضل الكبير. ذلك الذي يبشر الله عباده الذين آمنوا وعملوا الصالحات. قل لا أسألكم عليه أجرا إلا المودة في القربى ومن يقترف حسنة نزد له فيها حسنا إن الله غفور شكور. أم يقولون افترى على الله كذبا فإن يشأ الله يختم على قلبك ويمحو الله الباطل ويحق الحق بكلماته إنه عليم بذات الصدور. صدق الله العلي العظيم. നമ്മളിപ്പോൾ കഴിഞ്ഞ രണ്ടാഴ്ചകളിൽ സൂറത്ത് ശൂറ ആണ് വിശദീകരിച്ചു വന്നത്. 21 ആയത്തുകളാണ് നമ്മൾ ആ രണ്ട് ക്ലാസ്സുകളിലൂടെ കവർ ചെയ്തത്. ഈ സൂറത്താവട്ടെ 53 ആയത്തുകളാണുള്ളത്. 32 ആയത്തുകൾ ബാക്കിയുണ്ട്. അതുകൊണ്ട് എല്ലാ ആയത്തുകളും കവർ ചെയ്യുന്ന രൂപത്തിലുള്ള ഒരു വിവരണം സാധ്യമല്ല. മറിച്ച് ഇടയിൽ നിന്ന് ഓരോ ആയത്തുകൾ എടുത്തുകൊണ്ട് അത്യാവശ്യ വിശദീകരണങ്ങൾ നൽകി മുൻപോട്ട് പോവുകയും അങ്ങനെ ഇന്നത്തോടു കൂടി സൂറത്ത് ശൂറ കവർ ചെയ്യുകയുമാണ് ഉദ്ദേശം. ബാക്കിയുള്ളതൊക്കെ മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വിവരണം, അതുപോലെ തന്നെ തഫ്ഹീമുൽ ഖുർആൻ, ഇതെല്ലാം വായിച്ച് പഠിക്കാൻ ശ്രമിക്കുക. അത്രയേ നമുക്ക് സാധിക്കുകയുള്ളൂ. ഇവിടെ 22-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറയുന്നു, തറൽ ളാലിമീന മുശ്ഫിഖീന മിമ്മാ കസബു വഹുവ വാഖിഉൻ ബിഹിം. അതിനു മുമ്പുള്ള ആയത്തില് നമ്മൾ കഴിഞ്ഞ ആഴ്ച അവസാനിപ്പിച്ചത് അല്ലാഹു തആല മനുഷ്യന്റെ കർമ്മഫലം നൽകുന്നതിന് വേണ്ടി ഒരു പരലോകം നിശ്ചയിക്കുകയും അവിടെ വെച്ചാണ് മനുഷ്യന് രക്ഷാശിക്ഷകൾ നൽകുകയും ചെയ്യുക എന്ന തീരുമാനം നേരത്തെ എടുത്തിട്ടില്ലായിരുന്നുവെങ്കിൽ ഈ ഇഹലോകത്ത് വെച്ച് തന്നെ മനുഷ്യന്റെ പാപകർമ്മങ്ങളുടെ പേരിൽ അല്ലാഹു തആല അവരെ പിടികൂടുകയും ശിക്ഷിക്കുകയും ചെയ്യുമായിരുന്നു. എന്നാൽ സത്യവിശ്വാസം സ്വീകരിക്കുകയും ആ പാപത്തിന്റെ പേരിൽ അവരെ ഈ ലോകത്ത് വെച്ച് തന്നെ പിടികൂടുമായിരുന്നു. നാളെ പരലോകത്ത് വെച്ചാണ് രക്ഷാശിക്ഷകൾ നൽകുക എന്ന അല്ലാഹു തആലയുടെ തീരുമാനം ഉണ്ടായിട്ടില്ലെങ്കിൽ അങ്ങനെയുള്ള പാപികളായ അതിക്രമികളായ ആളുകൾക്ക് വേദനാജനകമായ ശിക്ഷയാണ് ഉള്ളത് എന്നിടത്തോളം ആണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച വിവരിച്ചത്. ആ ദിവസം തറൽ ളാലിമീന മുശ്ഫിഖീന മിമ്മാ കസബു വഹുവ വാഖിഉൻ ബിഹിം. കുറ്റവാളികളായ പാപികളായ ആളുകൾ തങ്ങൾ ഈ ലോകത്ത് വെച്ച് ചെയ്ത കർമ്മങ്ങൾ അവിടെ നേരിൽ കാണുകയാണ്. അവരുടെ കർമ്മ പുസ്തകം അവരുടെ കയ്യിൽ നൽകപ്പെടുന്നു. തങ്ങൾ അകപ്പെട്ട് കഴിഞ്ഞു എന്ന് അവർക്ക് ബോധ്യമാകുന്ന സന്ദർഭം. അതിനെക്കുറിച്ച് സൂറത്തുൽ കഹ്ഫ് 49-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞു,
ووضع الكتاب فترى المجرمين مشفقين مما فيه. കുറ്റവാളികളായ ആളുകൾക്ക് അവരുടെ കർമ്മപുസ്തകം നൽകപ്പെടുമ്പോൾ അവർ ഭയചകിതരാകുന്നു. അവർ പറയുന്നു, യാ വൈലത്തന മാലി ഹാദൽ കിതാബ്, ഇതെന്തൊരു പുസ്തകമാണ് തങ്ങൾക്ക് ഈ നൽകപ്പെട്ടിട്ടുള്ളത്. ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ, തങ്ങൾ ഈ ലോകത്ത് വെച്ച് ചെയ്ത ചെറുതും വലുതുമായ എല്ലാ കർമ്മങ്ങളും ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നുവല്ലോ. വവജദു മാ അമിലു ഹാദിറ, അവർ പ്രവർത്തിച്ചതെല്ലാം അല്ലാഹു തആല അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വലാ യദ്ലിമു റബ്ബുക അഹദ, താങ്കളുടെ റബ്ബ് ആരോടും അശേഷം അനീതി പ്രവർത്തിക്കുകയില്ല, അന്യായം കാണിക്കുകയില്ല. അവർ ചെയ്യാത്ത ഒരു കർമ്മവും ആ ഗ്രന്ഥത്തിൽ കാണുകയില്ല. അവർ ചെയ്തതാണ് അതിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ പരലോകത്ത് തങ്ങളുടെ കർമ്മങ്ങൾ തങ്ങൾ നേരിൽ കാണുകയും അതിൻ്റെ അനന്തരഫലം അനുഭവിക്കാൻ പോകുന്നു എന്ന് ബോധ്യം വരികയും ചെയ്യുമ്പോൾ അവർ ബേജാറാകുന്നു. എന്നാൽ വല്ലദീന ആമനൂ വഅമിലു സ്വാലിഹാത്തി ഫീ റളാത്തിൽ ജന്നാത്ത്, സത്യവിശ്വാസം സ്വീകരിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തവർ സ്വർഗപ്പൂന്തോപ്പുകളിലായിരിക്കും. അവർക്ക് യാതൊരു ബേജാറും ഉണ്ടാവുകയില്ല. ലഹും മാ യശാഊന ഇൻദ റബ്ബിഹിം, അവർക്ക് അവരുടെ റബ്ബിന്റെ സന്നിധിയിൽ അവരുദ്ദേശിക്കുന്നതും അവർ ആഗ്രഹിക്കുന്നതുമെല്ലാം ലഭിക്കും. ദാലിക ഹുവൽ ഫദ്ലുൽ കബീർ, അതാകുന്നു മഹത്തായ സൗഭാഗ്യം. ദാലിക അല്ലദീ യുബശ്ശിറുല്ലാഹു ഇബാദഹു അല്ലദീന ആമനൂ വഅമിലു സ്വാലിഹാത്ത്, അതാകുന്നു സത്യവിശ്വാസികളും സൽക്കർമ്മികളുമായ അള്ളാഹുവിന്റെ ദാസന്മാർക്ക് അല്ലാഹു തആല സന്തോഷ വാർത്ത അറിയിക്കുന്നത്. പിന്നീട് നബിയോട് പ്രഖ്യാപിക്കാൻ വേണ്ടി അല്ലാഹു തആല കൽപ്പിക്കുകയാണ്, ഖുൽ ലാ അസ്അലുക്കും അലൈഹി അജ്റൻ, ഈ ദീനി പ്രബോധന പ്രവർത്തനത്തിന്റെ പേരിൽ ഞാൻ നിങ്ങളോട് യാതൊരു പ്രതിഫലവും ചോദിക്കുന്നില്ല. കഴിഞ്ഞ കാലത്ത് വന്ന ഓരോ പ്രവാചകന്മാരും അവരുടെ സമുദായത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞതായി പരിശുദ്ധ ഖുർആനിലുണ്ട്. നൂഹ് നബി അലൈഹിസ്സലാം പറഞ്ഞു, ഖുൽ മാ അസ്അലുക്കും അലൈഹി മിൻ അജ്രിൻ, ഈ നിങ്ങളെ നേരായ മാർഗത്തിലേക്ക് പ്രബോധനം ചെയ്യുന്നതിന്റെ പേരിൽ ഞാൻ നിങ്ങളോട് യാതൊരു പ്രതിഫലവും ചോദിക്കുന്നില്ല. ഇല്ലാ മൻ ശാഅ വമാ അസ്അലുക്കും അലൈഹി മിൻ അജ്ർ ഇൻ അജ്രിയ ഇല്ലാ അലാ റബ്ബിൽ ആലമീൻ, എന്റെ പ്രതിഫലം സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിങ്കലാകുന്നു. അള്ളാഹുവിന്റെ പ്രീതിയും പ്രതിഫലവും മാത്രം ആഗ്രഹിച്ചുകൊണ്ടാകുന്നു ഈ പ്രവർത്തനം ഞാൻ നടത്തുന്നത്. സകല പ്രവാചകന്മാരും ഇത് ആവർത്തിച്ചതായി വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. അതോടൊപ്പം പല പ്രവാചകന്മാരും പറയുകയുണ്ടായി, ഇന്നി ലക്കും നാസിഹുൻ അമീൻ, ഞാൻ നിങ്ങൾക്ക് അങ്ങേയറ്റത്തെ ഒരു ഗുണകാംക്ഷിയാകുന്നു. നിങ്ങൾക്ക് ഈ ലോകത്തും അനശ്വരമായ പാരത്രിക ലോകത്തും ഗുണം ലഭിക്കണം, നിങ്ങൾ വിജയികളായി തീരണം എന്ന ഗുണകാംക്ഷയുടെ പേരിലാകുന്നു ഈ പ്രവർത്തനം ഞങ്ങൾ നടത്തുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി സൂറത്തുൽ ഫുർഖാൻ 57-ാമത്തെ ആയത്തിൽ കാണാം, ഖുൽ മാ അസ്അലുക്കും അലൈഹി മിൻ അജ്രിൻ, ഞാൻ നിങ്ങളോട് ഒരു പ്രതിഫലവും ചോദിക്കുന്നില്ല. ഇല്ലാ മൻ ശാഅ യത്തഖിദ ഇലാ റബ്ബിഹി സബീലാ, അല്ലാഹുവിന്റെ മാർഗത്തിൽ, നേരായ മാർഗത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനു വേണ്ടിയുള്ള ഒരു അവസരം ഒരുക്കുക, ആ നേരായ മാർഗത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കുക എന്നത് മാത്രമാണ് ഞാൻ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ദൗത്യം. അത് തന്നെയാണ് ഇവിടെയും ആവർത്തിക്കുന്നത്. ഖുൽ ലാ അസ്അലുക്കും അലൈഹി അജ്റൻ, ഞാൻ നിങ്ങളോടൊരു പ്രതിഫലവും ചോദിക്കുന്നില്ല. ഈ കാര്യം ഈ കാലഘട്ടത്തിൽ എന്നല്ല എക്കാലത്തും ദീനി പ്രബോധന പ്രവർത്തനം നടത്തുന്നവർ, ജനങ്ങൾക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നവർ, ഖൈറായ കാര്യങ്ങളിലേക്ക് ജനങ്ങളെ നയിക്കുന്നവർ ഓർത്തിരിക്കേണ്ട സംഗതിയാണ്. ഇവിടെ നാം ഖൈറായ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ ആത്യന്തികമായി നമ്മുടെ പ്രചോദനം അതിന്
നമുക്ക് പ്രചോദനം നൽകുന്നത്, ആ മാർഗത്തിൽ പ്രവർത്തിക്കാൻ നമുക്ക് പ്രേരണയാകുന്നത് അള്ളാഹുവിന്റെ പ്രീതിയും അള്ളാഹുവിന്റെ പൊരുത്തവും പാരത്രിക ലോകത്ത് അള്ളാഹുവിന്റെ പ്രതിഫലവും ലഭിക്കുക എന്നത് മാത്രമായിരിക്കണം. മറിച്ച് യാതൊരു ഭൗതികമായ താല്പര്യങ്ങളും അതിന്റെ പിന്നിൽ ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ ഏതെങ്കിലും താല്പര്യത്തിന്റെ പേരിലാണെങ്കിൽ പ്രവർത്തിക്കുന്നതെങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ മുഴുവൻ ബാത്തിലായിരിക്കും. ഈ ലോകത്ത് വെച്ച് തന്നെ അതിന്റെ ഫലം അല്ലാഹു തആല നൽകുകയാണ് ചെയ്യുക. നാളെ പാരത്രിക ലോകത്ത് അതിന്റെ പേരിൽ യാതൊരു പ്രതിഫലവും ലഭിക്കുകയില്ല. ഈ കാര്യം പ്രത്യേകം ഗൗനിക്കേണ്ടത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകരായ ദീനി പ്രബോധകന്മാരാണ്, ദീനിനു വേണ്ടി സേവന പ്രവർത്തനങ്ങൾ നടത്തുന്നവരാണ്. കാരണം രാഷ്ട്രീയ പ്രവർത്തകരായ ആളുകൾ, പ്രത്യേകിച്ച് അതിന്റെ പ്രാദേശികമോ അല്ലെങ്കിൽ ദേശീയമോ ഒക്കെയായ തലത്തിൽ നേതൃപരമായ പങ്ക് വഹിക്കുന്നവർ, അവര് പല ഹൈറായ പ്രവർത്തനങ്ങളും നടത്തും. പാവപ്പെട്ട ആളുകൾക്ക് വീടുണ്ടാക്കി കൊടുക്കുന്ന കാര്യത്തിൽ, അതുപോലെ തന്നെ എന്തെങ്കിലും പ്രകൃതി കോപങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ സേവന നിരതരായി പ്രവർത്തിക്കുന്നതിന് വേണ്ടി, അതുപോലെ തന്നെ പല പല ഹൈറായ മാർഗത്തിലും അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. പക്ഷേ അങ്ങനെ അവർ പ്രവർത്തിക്കുമ്പോൾ അവരുടെ നീയത്ത് തൻ്റെ രാഷ്ട്രീയ പാർട്ടിക്ക് സ്വാധീനമുണ്ടാകണം, തങ്ങളുടെ സ്ഥാനാർത്ഥികൾക്ക് കൂടുതൽ വോട്ട് ലഭിക്കണം, നല്ല ജനപിന്തുണയോടുകൂടി ജയിക്കാനും അങ്ങനെ ഭരിക്കാനും അധികാര സ്ഥാനങ്ങളിൽ എത്തിപ്പെടാനും സാധിക്കണം എന്നതായിരിക്കരുത് അവരുടെ നീയത്ത്. നീയത്ത് ഇൻ അജ്രിയ ഇല്ലാ അലാ റബ്ബിൽ ആലമീൻ വമാ അസ്അലുകും അലൈഹി മിൻ അജ്ർ ഇൻ അജ്രിയ ഇല്ലാ അലാ റബ്ബിൽ ആലമീൻ. യാതൊരു ഭൗതികമായ താല്പര്യത്തിന്റെയും പേരിലല്ല ഞാൻ ഈ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്, മറിച്ച് സർവലോക രക്ഷിതാവായ അള്ളാഹുവിന്റെ പൊരുത്തവും പ്രീതിയും ആഗ്രഹിച്ചുകൊണ്ടാണ് ഞാൻ പ്രവർത്തിക്കുന്നത് എന്ന നീയത്തായിരിക്കണം. ഇതേ നീയത്ത് തന്നെ തന്റെ രാഷ്ട്രീയ പാർട്ടി ശക്തിപ്പെട്ട് അങ്ങനെ അധികാരത്തിൽ വന്നു, അതൊരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലാവട്ടെ, അതല്ലെങ്കിൽ അതിന്റെ മേലോട്ടുള്ള ഏത് അധികാര കേന്ദ്രങ്ങളിലാവട്ടെ, അവിടെയെല്ലാം എത്തിപ്പെട്ട് അധികാരത്തിൽ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ അധികാരത്തിന്റെ ഏതെങ്കിലും പങ്ക് പറ്റുകയാണെങ്കിൽ, അത് മുഖേന അള്ളാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കുന്ന നല്ല പ്രവർത്തനങ്ങൾ നടത്താൻ സാധിക്കുക എന്നതാണ് ഒരാൾ നിയ്യത്ത് ചെയ്യുന്നതെങ്കിൽ, തീർച്ചയായും ആ രാഷ്ട്രീയ പ്രവർത്തനവും അവരുടെ പ്രതിഫലം, അവർക്ക് അള്ളാഹുവിന്റെ പ്രീതിയും പ്രതിഫലവും ലഭിക്കാൻ കാരണമായി തീരും. നീയത്താണ് മുഖ്യം എന്നർത്ഥം. എന്നാൽ നീയത്ത് നടേ പറഞ്ഞ എന്തെങ്കിലും ഭൗതിക താല്പര്യങ്ങളാണെങ്കിൽ, അതോടുകൂടി എന്ത് സേവന നിരത പ്രവർത്തനങ്ങൾ ചെയ്യുകയാണെങ്കിലും അതിന് ഒരിക്കലും പാരത്രിക ലോകത്ത് പ്രതിഫലം ലഭിക്കുകയില്ല. ഇത് എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തകന്മാർ, പ്രത്യേകിച്ച് ഏതെങ്കിലും തരത്തിൽ അതിന്റെ നേതൃത്വപരമായ പങ്ക് വഹിക്കുന്നവർ സവിശേഷം ശ്രദ്ധിക്കേണ്ട സംഗതിയാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. നിങ്ങളിൽ നിന്ന് നാം ഒരു പ്രതിഫലവും ചോദിക്കുന്നില്ല, ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബാ. ഖുർബയുടെ കാര്യത്തിലുള്ള മവദ്ദത്ത്, സ്നേഹമല്ലാതെ. ഇതിന് മുഫസ്സിരീങ്ങൾ ഒരുപാട് വിശദീകരണങ്ങൾ നൽകിയിട്ടുണ്ട്, അത്രത്തോളം പോകാൻ നമുക്ക് സാധ്യമല്ല. ഒന്ന്, ഇവിടെ അള്ളാഹുവിന്റെ സാമീപ്യം നിങ്ങൾ നേടുക എന്നതാണ് എൻ്റെ ആഗ്രഹം. അതിൻ്റെ പേരിലാണ് നിങ്ങൾ ഈ പ്രബോധനം സ്വീകരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ സാമീപ്യം നേടുക എന്നതാകുന്നു ഞാൻ ഇതുകൊണ്ട് ലക്ഷ്യം വെക്കുന്നത്. മറ്റൊന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുറൈശികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുകയാണ്, ഇതാ ഖുറൈശികളാണല്ലോ നബിയുടെ ആദ്യത്തെ അഭിസംബോധിത. എന്നെ അല്ലാഹു തആല പ്രവാചകനായി നിയോഗിച്ചിരിക്കുന്നു. ഈ സന്ദേശം സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിന്റെ പ്രീതി നേടണം, അള്ളാഹുവിന്റെ സാമീപ്യം നിങ്ങൾ കരസ്ഥമാക്കണം. അതോടൊപ്പം ഞാനും നിങ്ങളും തമ്മിൽ കുടുംബ ബന്ധമുണ്ട്. ഖുർബ, അടുത്ത കുടുംബ ബന്ധം എന്നതിന് അർത്ഥമുണ്ട്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഖുറൈശികളും എല്ലാം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെയും ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെയും പിന്മുറക്കാരാണ്. നബി മുതൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം വരെ എത്തുന്ന പ്രപിതാക്കന്മാരുടെ ശൃംഖല തന്നെ നമ്മുടെ മദ്രസകളിലൊക്കെ പഠിപ്പിക്കാറുണ്ട്. നബിയുടെ പിതാവ് അബ്ദുള്ളയുടെ പിതാവ് അബ്ദുൽ മുത്തലിബ്, അദ്ദേഹത്തിന്റെ പിതാവ് ഹാഷിം, ഇങ്ങനെ തുടങ്ങിയിട്ട്. അപ്പോൾ ഖുറൈശികളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബക്കാരാണ്. ഒന്നുകിൽ പിതാവ് മുഖേന അല്ലെങ്കിൽ മാതാവ് മുഖേന, ഈ പിതാക്കന്മാർ മുഖേനയും കുടുംബക്കാരാണ്, ഒക്കെ ഖുറൈശികളാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഈ സന്ദേശം സ്വീകരിക്കുക. ഇനി അഥവാ നിങ്ങൾ സ്വീകരിച്ചില്ലെങ്കിൽ നാം തമ്മിലുള്ള കുടുംബ ബന്ധം പരിഗണിച്ചുകൊണ്ട് നിങ്ങൾ ശത്രുപക്ഷം ചേരാതിരിക്കുകയും ഇതിനെ എതിർക്കാതിരിക്കുകയും ഈ പ്രബോധന മാർഗത്തിൽ പ്രതിബന്ധങ്ങൾ വലിച്ചിടാതിരിക്കുകയെങ്കിലും വേണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പറയുന്നത്. ആരെങ്കിലും നന്മ സമ്പാദിക്കാൻ വേണ്ടി പരിശ്രമിക്കുകയാണെങ്കിൽ അവർക്ക് നാം നന്മ വർദ്ധിപ്പിച്ചു കൊടുക്കുന്നതാകുന്നു. ഇന്നല്ലാഹ ഗഫൂറുൻ ശകൂർ. അങ്ങനെ നന്മയുടെ മാർഗത്തിൽ ജീവിക്കുന്നവർക്ക്, പ്രവർത്തിക്കുന്നവർക്ക് സംഭവിച്ചു പോകുന്ന തെറ്റുകുറ്റങ്ങൾ അല്ലാഹു തആല പുറത്തു കൊടുക്കുന്നതാണ്. ഷക്കൂർ എന്ന് മാത്രമല്ല, അവർ ചെയ്യുന്ന എത്ര ചെറിയ ചെറിയ നന്മകളാണെങ്കിൽ പോലും അങ്ങേയറ്റത്തെ നന്ദിയോടുകൂടി അല്ലാഹു തആല അത് സ്വീകരിക്കുന്നതാകുന്നു. നാം നേരത്തെ അല്ലാഹു തആല അവന്റെ ദാസന്മാരിൽ ചിലർക്ക് സമ്പത്ത് വിശാലമാക്കി കൊടുക്കുന്നു, വേറെ ചിലർക്ക് കുടുസാക്കി കൊടുക്കുന്നു എന്ന് ഒരായത്തിൽ വിവരിക്കുകയുണ്ടായി. എന്നാൽ എന്താണ് അല്ലാഹു തആല അങ്ങനെ ചെയ്യാൻ കാരണം? എന്തുകൊണ്ട് അല്ലാഹു തആല എല്ലാവർക്കും വാരിക്കോരി കൊടുക്കുന്നില്ല? എന്തുകൊണ്ട് സമ്പത്തിന്റെ വിതരണത്തിൽ അല്ലാഹു തആല സമത്വം പാലിച്ചിട്ടില്ല? ഇവിടെ 27-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല ആ കാര്യം പറയുന്നു. വലൗ ബസതല്ലാഹു റിസ്ഖ ലിഇബാദിഹി. അല്ലാഹു തആല അവന്റെ എല്ലാ ദാസന്മാർക്കും അങ്ങ് സമ്പത്ത് വിശാലമാക്കി കൊടുക്കുകയാണെങ്കിൽ, റിസ്ക് വിശാലമാക്കി കൊടുക്കുകയാണെങ്കിൽ, ലബഗൗ ഫിൽ അർദ്, അവർ ഭൂമിയിൽ അതിക്രമം കാണിക്കുമായിരുന്നു, അതിര് കവിഞ്ഞ് ജീവിക്കുമായിരുന്നു. പരസ്പരം ഒരാളും മറ്റൊരാൾക്ക് ചെവി കൊടുക്കുകയില്ല, ഒരാളും മറ്റൊരാളെ അനുസരിക്കുകയില്ല, പരസ്പരം ആശ്രയിക്കാൻ ആരും തയ്യാറാവുകയില്ല. എല്ലാവരും സ്വാശ്രയരും സ്വയം പര്യാപ്തരുമായി തീർന്നാൽ ഇവിടെ മനുഷ്യർക്ക് സാമൂഹ്യമായി ജീവിക്കാനോ പുരോഗമിക്കാനോ സാധിക്കുകയില്ല. എന്ന് മാത്രമല്ല, അവർ അങ്ങേയറ്റത്തെ അതിർ കവിഞ്ഞുകൊണ്ടുള്ള ജീവിതമായിരിക്കും അവർക്കുണ്ടായിത്തീരുക. ഇത് നമുക്ക് പ്രത്യക്ഷത്തിൽ തന്നെ കാണാൻ സാധിക്കും. അല്ലാഹു തആല ഹറാമാക്കിയ മഹാപാപങ്ങളിൽ ഏർപ്പെടുന്നവർ അധികവും, വഴിവിട്ട ജീവിതം നയിക്കുന്നവർ അധികവും സമ്പന്നരാണ്, മുതലാളിമാരാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഏറ്റവും വലിയ സമ്പന്ന രാജ്യങ്ങളിലാണ് ഏറ്റവും കൂടുതൽ തെമ്മാടിത്തം നടന്നുകൊണ്ടിരിക്കുന്നത്. നിർലജ്ജത, അശ്ലീലത, രാത്രിയിൽ നൈറ്റ് ക്ലബ്ബുകൾ, നഗ്ന നൃത്യങ്ങൾ, അതുപോലെ തന്നെ മദ്യവും മദിരയും അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുന്ന സംസ്കാരം, ഇങ്ങനെ തുടങ്ങിയിട്ട് സർവവിധ പാപകർമ്മങ്ങളിലും വ്യാപൃതരായി ജീവിച്ചു കൊണ്ടിരിക്കുന്നവർ എന്നല്ല, ലോകത്ത് അങ്ങേയറ്റത്തെ തെമ്മാടിത്തം ചെയ്തുകൊണ്ടിരിക്കുന്നവർ, ലോകത്തെ ചുടലക്കടലമാക്കിക്കൊണ്ടിരിക്കുന്നവർ ഈ സമ്പന്ന രാജ്യങ്ങളാണ് എന്ന് കാണാൻ സാധിക്കും. അതേ സമയത്ത് സാമ്പത്തികമായി താരതമ്യേന പിന്നോക്കം നിൽക്കുന്ന സമൂഹം, വ്യക്തികളാവട്ടെ, കുടുംബങ്ങളാവട്ടെ, രാജ്യങ്ങളാവട്ടെ, അവർ ഈ അതിർ കവിഞ്ഞ വഴിവിട്ട ജീവിതത്തിൽ ഈ സമ്പന്നവരെ പോലെ ആകുന്നില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ മനുഷ്യ സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയാകുന്നു അല്ലാഹു തആല എല്ലാവർക്കും വാരിക്കോരി നൽകാതിരിക്കുന്നത്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
അബൂ ഉബൈദത്തുൽ ജറാഹ് റളിയല്ലാഹു അൻഹുവിനെ ബഹ്റൈനിലേക്ക് അയക്കുകയുണ്ടായി. അവിടുത്തെ ഗവർണറിൽ നിന്ന് ജിസിയ ശേഖരിച്ചുകൊണ്ട്, അഥവാ നികുതി ശേഖരിച്ചുകൊണ്ട് കൊണ്ടുവരാൻ വേണ്ടി. അങ്ങനെ അബൂ ഉബൈദത്തുൽ ജറാഹ് റളിയല്ലാഹു അൻഹു ബഹ്റൈനിൽ നിന്ന്, ബഹ്റൈൻ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ GCCയിൽ കാണുന്ന ഈ ബഹ്റൈൻ മാത്രമല്ല ഉദ്ദേശം. നമ്മളിപ്പോ പറയുന്ന ബഹ്റൈൻ എന്ന് വെച്ചാൽ ഒരു ചെറിയ ദ്വീപ് രാഷ്ട്രമാണ്. എന്നാൽ അറേബ്യയുടെ ആ കിഴക്കൻ പ്രൊവിൻസ് മൊത്തം എന്ന് വെച്ചാൽ ബഹ്റൈനിനോടനുബന്ധിച്ചുള്ള സൗദി അറേബ്യയുടെ ഈസ്റ്റേൺ പ്രൊവിൻസിന് മൊത്തം പറയുന്ന പേരാണ് ബഹ്റൈൻ. ആ കാലഘട്ടത്തിൽ അവിടെ നിന്ന് അബൂ ഉബൈദത്തുൽ ജറാഹ് റളിയല്ലാഹു അൻഹു ജിസിയ ശേഖരിച്ചുകൊണ്ട് മദീനയിലേക്ക് വന്നു. അപ്പോൾ സഹാബികൾ എല്ലാവരും അവിടെ ഒരുമിച്ച് കൂടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചു, അബൂ ഉബൈദത്തുൽ ജറാഹ് റളിയല്ലാഹു അൻഹുവിന്റെ ആഗമനം അറിഞ്ഞുകൊണ്ടാണ് നിങ്ങൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് അല്ലേ? സ്വാഭാവികമായി അത് ഇസ്ലാമിക രാജ്യത്തിലെ പൗരന്മാർക്കിടയിൽ, ആവശ്യക്കാർക്കിടയിൽ വിതരണം ചെയ്യുകയാണ് ചെയ്യുക. അതെ എന്നവർ പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, മൽ ഫഖ്റ അഖ്ശാ അലൈക്കും, ദാരിദ്ര്യമല്ല, നിങ്ങൾ പട്ടിണി കിടക്കുമെന്നതല്ല എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ കുറിച്ച് ഞാൻ ഭയപ്പെടുന്നത്. വലാകിൻ അഖ്ശാ അലൈക്കും അൻ തുബ്സത അലൈക്കും അദ്ദുനിയാ കമാ ബുസിതത് അലാ മൻ കാന ഖബ്ലക്കും, നിങ്ങളുടെ മുൻപുള്ള സമൂഹങ്ങൾക്ക് ദുനിയാവ് തുറന്നു കൊടുത്തതുപോലെ, സമ്പൽ സമൃദ്ധി കുമിഞ്ഞുകൂടിയതുപോലെ നിങ്ങൾ സമ്പൽ സമൃദ്ധിയിൽ ആറാടിപ്പോകുന്നതാണ് ഞാൻ നിങ്ങളെ കുറിച്ച് ഭയപ്പെടുന്നത്. പിന്നെയോ ഫതനാഫസുഹാ കമാ തനാഫസുഹാ വതുൽഹീകും കമാ അൽഹക്തും, അങ്ങനെ പിന്നെ നിങ്ങൾ സമ്പത്തിന്റെ പിന്നാലെ പരക്കം പായുകയും അത് ആർജിച്ചെടുക്കാൻ വേണ്ടിയുള്ള ആ പരിശ്രമത്തിൽ വ്യാപൃതരാവുകയും അങ്ങനെ സുഖലോലുപരായി ആഡംബരപ്രമത്തരായി ജീവിച്ചുകൊണ്ട് ആ മുൻകഴിഞ്ഞ സമൂഹങ്ങൾ അല്ലാഹു തആല എപ്രകാരം നശിപ്പിച്ചുവോ അപ്രകാരം നിങ്ങൾ നശിപ്പിക്കപ്പെടുമോ എന്നാകുന്നു ഞാൻ ഭയപ്പെടുന്നത്, അല്ലാതെ ദാരിദ്ര്യമല്ല. അപ്പോൾ അല്ലാഹു തആല സമ്പത്ത് വാരിക്കോരി എല്ലാവർക്കും കൊടുക്കാത്തത് മനുഷ്യന്റെ തന്നെ നന്മ മുൻനിർത്തിക്കൊണ്ടാകുന്നു. മനുഷ്യർ പരസ്പരം ആശ്രയിക്കേണ്ടതുണ്ട്. അവിടെ മുതലാളിയും തൊഴിലാളിയും തൊഴിലുടമയും ജോലിക്കാരും എല്ലാം ഉണ്ടാവേണ്ടതുണ്ട്. അങ്ങനെ ചിലരെ അനുസരിച്ചുകൊണ്ട് ഒരു രാജ്യം പല വസ്തുക്കൾക്കും മറ്റു ചില രാജ്യങ്ങളെ ആശ്രയിച്ചുകൊണ്ട് കൊള്ളക്കൊടുക്കകൾ, ക്രയവിക്രയങ്ങൾ നടത്തിക്കൊണ്ട് ജീവിക്കുമ്പോഴാണ് അത് മനുഷ്യ സമൂഹത്തിന്റെ സമഗ്രമായ പുരോഗതിക്കും നന്മക്കും ഉപയുക്തമായി തീരുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലക്കറിയാം. അതുകൊണ്ടാകുന്നു അല്ലാഹു തആല ചിലർക്ക് വിശാലമാക്കി കൊടുക്കുകയും ചിലർക്ക് കുടസാക്കി കൊടുക്കുകയും ചെയ്യുന്നത്. അത് പറഞ്ഞുകൊണ്ട് അല്ലാഹു തആല വ്യക്തമായ ചില കണക്കനുസരിച്ച്, ചില പരിമാണം അനുസരിച്ചാണ് സമ്പത്ത് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇന്നഹു ബിഇബാദിഹി ഖബീറുൻ ബസീർ. അല്ലാഹു തആല തന്റെ ദാസന്മാരെ കുറിച്ച് സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു, കണ്ടുകൊണ്ടിരിക്കുന്നവനാകുന്നു. ആർക്ക് കൂടുതൽ കൊടുക്കണം, ആർക്ക് കുറച്ച് കൊടുക്കണം, ആർക്ക് രണ്ടിനും ഇടയിലുള്ള ഒരു സന്തുലിതമായ അവസ്ഥയെ ആർക്ക് ആണ് പ്രദാനം ചെയ്യേണ്ടത്, ഇതെല്ലാം സൂക്ഷ്മമായി അറിഞ്ഞുകൊണ്ട് അല്ലാഹു തആല അപ്രകാരം ചെയ്യുന്നു. ഇനി അള്ളാഹുവിന്റെ പല അനുഗ്രഹങ്ങൾ ഇങ്ങനെ എണ്ണി പറയുകയാണ്, വൺ ബൈ വൺ. അതിൽ നിന്ന് ചിലത് മാത്രം ഇവിടെ എടുത്തു ധരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഒന്ന്, 29-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറയുന്നു, വമിൻ ആയാതിഹി ഖൽഖുസ് സമാവാതി വൽ അർദ്, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാകുന്നു, തെളിവുകളിൽപ്പെട്ടതാകുന്നു ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടിപ്പ്. വമാ ബസ്സ ഫീഹിമാ മിൻ ദാബ്ബ, ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിക്കുക മാത്രമല്ല, വമാ ബസ്സ ഫീഹിമാ, ആകാശ ലോകത്തും ഭൂമിയിലും ജീവികളെ വ്യാപിപ്പിച്ചതും. ദാബ്ബ എന്നാകുന്നു ഇവിടെ പ്രയോഗിച്ചിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിൽ
അനേകം ആയത്തുകളിൽ ആവർത്തിക്കപ്പെട്ട ഒരു സംഗതിയാണ്. സൂറത്തുൽ ബഖറയിൽ പറഞ്ഞു, വമാ അൻസലല്ലാഹു മിനസ് സമാഇ മിൻ മാഇൻ ഫഅഹ്യാ ബിഹിൽ അർദ ബഅദ മൗതിഹാ. അല്ലാഹു തആല ആകാശലോകത്ത് നിന്ന് ഉപരിഭാഗത്ത് നിന്ന് മഴ വർഷിപ്പിക്കുന്നു. ഫഅഹ്യാ ബിഹിൽ അർദ ബഅദ മൗതിഹാ. അങ്ങനെ നിർജീവമായ ഭൂമിയെ അല്ലാഹു തആല ആക്കുന്നു. സസ്യലതാദികൾ മുളപ്പിച്ചുകൊണ്ട് ഭൂമിയെ ഹരിതാഭമാക്കുന്നു. തീർന്നില്ല. വബസ്സ ഫീഹിമാ മിൻ വബസ് വമാ അൻസലല്ലാഹു മിനസ് സമാഇ മിൻ മാഇൻ ഫഅഹ്യാ ബിഹിൽ അർദ ബഅദ മൗതിഹാ വബസ്സ ഫീഹാ മിൻ കുല്ലി ദാബ്ബ. അങ്ങനെ സസ്യലതാദികൾ മുളപ്പിക്കുക മാത്രമല്ല, ആ ഭൂമിയിൽ അല്ലാഹു തആല ദാബത്തിനെ വ്യാപിപ്പിക്കുകയും ചെയ്തു, ജീവികളെ. ഒരു ഏകകോശ ജീവിയായ അമീബ മുതൽ വലിയ ജീവികളായ ആനകൾ ഉൾപ്പെടെയുള്ള എല്ലാ ജീവികളെയും അല്ലാഹു തആല ഭൂമിയിൽ വ്യാപിപ്പിച്ചു. ഇതേ ദാബത്തിനെയാണ് പറഞ്ഞത് വമാ ബസ്സ ഫീഹിമാ മിൻ ദാബ്ബ. ആകാശങ്ങളിലും ഭൂമിയിലും അല്ലാഹു തആല ജീവികളെ വ്യാപിപ്പിച്ചു. അപ്പോൾ ഉപരിലോകത്ത് ജീവികളുണ്ടോ? ഉണ്ട്, കട്ടായം. അല്ലാഹു സുബ്ഹാനഹു വ തആല 14 നൂറ്റാണ്ട് മുമ്പാ പറഞ്ഞത്. ഈ ആയത്തിൽ മാത്രമല്ല, വേറെയും ആയത്തുകളിൽ കാര്യം അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, വഹുവ അലാ ജംഇഹിം. അല്ലാഹു തആല ഉദ്ദേശിക്കുകയാണെങ്കിൽ ഈ ആകാശ ലോകത്തുള്ള ജീവികളെയും ഭൂമിയിലുള്ള ജീവികളെയും വഹുവ അലാ ജംഇഹിം ഇദാ യശാഉ ഖദീർ, ഒരുമിപ്പിക്കുന്നതാകുന്നു. ഖിയാമത്ത് നാളിനെ നിഷേധിക്കുന്ന സത്യനിഷേധികളോടാണ് അല്ലാഹു തആല ഈ പറയുന്നത്. ഈ ആകാശങ്ങളിലും ഭൂമിയിലും ഒക്കെ അല്ലാഹു തആല ജീവികളെ വ്യാപിപ്പിച്ചിട്ടുണ്ട്. അവൻ ഉദ്ദേശിക്കുമ്പോൾ അവരെ ഒരുമിച്ച് കൂട്ടാൻ അല്ലാഹു തആലക്ക് സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഈ ഭൂമിയിൽ ജീവിച്ച് മരിച്ച മനുഷ്യ സമൂഹത്തെ, ആദം നബി അലൈഹിസ്സലാം മുതൽ അവസാനം വരെയുള്ളവരെ ഒരുമിപ്പിച്ച് കൂട്ടാൻ, അവരെ വിചാരണ ചെയ്യാൻ, അവരുടെ കർമ്മത്തിനനുസരിച്ചുള്ള ഫലം നൽകാൻ സാധിക്കും, കഴിവുണ്ട്. അല്ലാഹു തആല ഉദ്ദേശിക്കുകയാണെങ്കിൽ അവരെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യും. ഇതേ സംഗതി മുൻപ് വർഷങ്ങളിലൂടെ പല ക്ലാസ്സുകളിലും നാം പറഞ്ഞ കാര്യം ഇവിടെ ഒന്നും കൂടി ആവർത്തിക്കുകയാണ്. സൂറത്തു ത്വലാഖിന്റെ അവസാനത്തിൽ അല്ലാഹു തആല പറഞ്ഞു, അല്ലാഹുല്ലദീ ഖലഖ സബ്അ സമാവാത്. അല്ലാഹുവാകുന്നു 7 ആകാശ ലോകങ്ങളെ സൃഷ്ടിച്ചത്. സൂറത്തു ത്വലാഖിന്റെ അവസാനത്തെ ആയത്ത് 12ാമത്തെ ആയത്ത്. 7 ആകാശ ലോകങ്ങൾ സൃഷ്ടിച്ചത് അല്ലാഹുവാകുന്നു. വമിനൽ അർദി മിസ്ലഹുന്ന. 7 ആകാശ ലോകങ്ങൾ മാത്രമല്ല, ഭൂമിയിൽ നിന്നും അപ്രകാരം തന്നെ സൃഷ്ടിച്ചു. അഥവാ ആകാശ ലോകങ്ങൾ ഉള്ളതുപോലെ ഭൂമികളുമുണ്ട്. വമിനൽ അർദി മിസ്ലഹുന്ന. ആകാശ ലോകങ്ങൾ ഉള്ളതുപോലെ ഭൂമികളെയും അല്ലാഹു തആല സൃഷ്ടിച്ചു. ഓരോ സൗരയൂഥത്തിലും, നമ്മുടെ സൂര്യൻ സൗരയൂഥത്തിന്റെ കേന്ദ്രമായ ഒരു നക്ഷത്രമാകുന്നു. സൂര്യന് ചുറ്റും ഗ്രഹങ്ങൾ ഇങ്ങനെ പ്രദക്ഷിണം ചെയ്യുന്നു. ഗ്രഹങ്ങളെ ഉപഗ്രഹങ്ങൾ, ചന്ദ്രൻ പോലെയുള്ള ഉപഗ്രഹങ്ങൾ പ്രദക്ഷിണം ചെയ്യുന്നു എന്ന് നാം മനസ്സിലാക്കിയിട്ടുണ്ട്. ആകാശ ലോകത്ത് കാണുന്ന ഓരോ നക്ഷത്രങ്ങളും ഓരോ സൂര്യന്മാരാകുന്നു. ആ സൂര്യന്മാർക്കൊക്കെ ഗ്രഹങ്ങളുണ്ട്, ഉപഗ്രഹങ്ങളുണ്ട്. ഇവിടെ അല്ലാഹു തആല പറയുന്നു വമിനൽ അർദി മിസ്ലഹുന്ന. ആകാശ ലോകങ്ങൾ സൃഷ്ടിച്ചതുപോലെ ഭൂമികളെയും സൃഷ്ടിച്ചു. അപ്പോൾ ആകാശ ലോകത്ത് സൂര്യന്മാരുണ്ട്, അവയെ ചുറ്റുന്ന ഭൂമി പോലെയുള്ള ഗ്രഹങ്ങളുണ്ട്. തീർന്നില്ല. യതനസ്സലുൽ അംറു ബൈനഹുന്ന. ആ ഭൂമികളിലെല്ലാം തന്നെ അല്ലാഹുവിന്റെ കൽപ്പനകൾ ഇറക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അല്ലാഹുവിന്റെ കൽപ്പനകൾ ഈ ഭൂലോകത്ത് പരിശുദ്ധ ഖുർആൻ, ഇൻജീൽ, തൗറാത്ത് അവതരിക്കുന്നത് പോലെ, പ്രവാചകന്മാരിലൂടെ അല്ലാഹുവിന്റെ വഹി ലഭിക്കുന്നത് പോലെ, ആ ഉപരിലോകത്തുള്ള ഭൂമികളിലും ഗ്രഹങ്ങളിലും അല്ലാഹുവിന്റെ കൽപ്പനകൾ ഇറക്കിക്കൊണ്ടിരിക്കുന്നു. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തർജുമാനുൽ ഖുർആൻ, ഖുർആനിൽ അങ്ങേയറ്റത്തെ അവഗാഹമുണ്ടായിരുന്ന, നബി ഖുർആനിൽ അവഗാഹം നൽകാൻ വേണ്ടി അല്ലാഹുവിനോട് പ്രത്യേകം ദുആ ചെയ്ത സ്വഹാബിയായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു സ്വഹാബികളോട് ആകാശ ലോകത്തേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. ആകാശ ലോകത്തേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് മദീനയിൽ വെച്ചാണ് പറഞ്ഞത്, ഇതാ ആകാശ ലോകത്തുള്ള ആ വാനലോകത്ത് നിങ്ങളുടെ ഭൂമിയിൽ ആദമുള്ളത് പോലെ ആദമുണ്ട്, നൂഹ് ഉള്ളത് പോലെ നൂഹുണ്ട്, ഇബ്രാഹിം ഉള്ളത് പോലെ ഇബ്രാഹിം ഉണ്ട്,
മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഭൂലോകത്ത് പോലെ ഉണ്ടായതുപോലെ വന്നതുപോലെയുള്ള പ്രവാചകന്മാർ അവിടെ വന്നിട്ടുണ്ട്. അവിടെ അല്ലാഹു തആലാന്റെ വേദഗ്രന്ഥങ്ങൾ അവതരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഭൂലോകത്ത് മാത്രമല്ല ജീവികളുള്ളത് എന്നല്ല, മനുഷ്യരെ പോലെ ബുദ്ധിയും വിവേകവും സ്വാതന്ത്ര്യവുമെല്ലാമുള്ള ജീവികൾ അവിടെ ജീവിച്ചിരിക്കുന്നു എന്ന് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണ് പറഞ്ഞത്. തഫ്സീർ ഇബ്നു കസീർ 7 നൂറ്റാണ്ട് മുമ്പ് ജീവിച്ച മുഫസ്സിറാകുന്നു ഇബ്നു കസീർ. അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഈ സൂറത്തു ത്വലാഖിന്റെ 12-ാമത്തെ ആയത്തിൽ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ ഉദ്ധരിച്ചുകൊണ്ട് ഇത് പറഞ്ഞതായി കാണാം. അന്നിവിടെ പ്ലാറ്റോ ജീവിച്ചിട്ടില്ല. യൂറോപ്പിൽ ഈ ജ്യോതിശാസ്ത്രം പഠിച്ചവർ ഈ ഉപരിലോകത്ത് ഈ കാണുന്നതെല്ലാം സൂര്യന്മാരെ പോലെയുള്ള സൂര്യന്മാരാകുന്നു എന്ന് കണ്ടെത്തിയവരല്ല. ടെലിസ്കോപ്പിലൂടെ ഇതെല്ലാം കണ്ടുകൊണ്ട് കണ്ടെത്തലുകൾ നടത്തിയ ശേഷമല്ല, 7 നൂറ്റാണ്ട് മുമ്പ് ഇബ്നു കസീർ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഈ ആകാശ ലോകങ്ങളിലുള്ള ജീവികളെ, ഈ ഭൂമിയിലുള്ള ജീവികളെ ഒരുമിപ്പിക്കാൻ കഴിയും. ഇപ്പോൾ ബഹിരാകാശ പര്യവേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ജീവികളുണ്ടോ എന്നാണ് മുഖ്യമായ പര്യവേഷണം നടന്നുകൊണ്ടിരിക്കുന്നത്. വെള്ളമാണ് അന്വേഷിക്കുന്നത്. വെള്ളത്തിന്റെ ലഭ്യതയുണ്ടോ? വെള്ളമുണ്ടെങ്കിൽ ജീവികൾ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നീട് തുടർന്നുള്ള പര്യവേഷണത്തിന് വേണ്ടിയാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല അക്കാര്യവും പറഞ്ഞു. എല്ലാ ജീവനുള്ളവയെയും അല്ലാഹു തആല വെള്ളത്തിൽ നിന്ന് സൃഷ്ടിച്ചു. ഒരായത്തിലാണുള്ളത്, ഒരൊറ്റ ആയത്തിൽ. അഫലാ യുഅ്മിനൂൻ, നിങ്ങൾ വിശ്വസിക്കുന്നില്ലയോ? അപ്പോൾ ഇവിടെ ഭൂലോകത്ത് മഴ വർഷിക്കുന്നു, ഇവിടെ ജീവികളെ വ്യാപിപ്പിക്കുന്നു. അതേ അല്ലാഹു തആല ഉപരിലോകത്ത് ജീവികളെ വ്യാപിപ്പിച്ചിട്ടുണ്ട്. ആ ജീവികളെ മനുഷ്യൻ കണ്ടെത്താം. ഒരുപക്ഷെ മനുഷ്യൻ സ്വന്തം പര്യവേഷണങ്ങളിലൂടെ അങ്ങോട്ട് പോയിട്ടായിരിക്കാം കണ്ടെത്തുന്നത്. ഇനി അതുമല്ല, ഈ ബഹിരാകാശ ജീവികൾ അവരുടെ പര്യവേഷണവുമായി ഈ ഭൂലോകത്ത് വന്ന് ഇവിടെ വെച്ചായിരിക്കാം കണ്ടെത്തുന്നത്. ഇനി അവർ ജീവിക്കുന്ന ലോകത്തുമല്ല, മനുഷ്യർ ജീവിക്കുന്ന ഭൂമിയിലുമല്ല, മറ്റൊരു ഗ്രഹത്തിൽ വെച്ചായിരിക്കാം കണ്ടെത്തുന്നത്. ഇതിനെല്ലാമുള്ള സാധ്യതകൾ ഈ ഒരൊറ്റ ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞിരിക്കുന്നു. ഒന്നും കൂടി അതിന്റെ പരിഭാഷ പറയുകയാണ്. വമിൻ ആയാതിഹി, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് ഖൽഖുസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടിപ്പ്. വമാ ബസ്സ ഫീഹിമാ മിൻ ദാബ്ബ, അവ രണ്ടിലും ജീവികളെ വ്യാപിപ്പിച്ചതും. വഹുവ അലാ ജംഇഹിം, അവൻ ഉദ്ദേശിക്കുമ്പോൾ, വഹുവ അലാ ജംഇഹിം ഇദാ യശാഉ ഖദീർ, അല്ലാഹു തആല ഉദ്ദേശിക്കുമ്പോൾ അവരെ ഒരുമിച്ച് കൂട്ടാനും അവൻ കഴിവുള്ളവനാകുന്നു. ഈ ലോകത്ത് വെച്ച് തന്നെ അത് സംഭവിക്കാം. ഇനി അടുത്ത ആയത്തിൽ അല്ലാഹു തആല പറയുന്നു, വമാ അസ്വാബകും മിൻ മുസീബത്തിൻ, നമ്മുടെ ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ കൊത്തിവെക്കേണ്ട ഒരു ആയത്താണിത്. വമാ അസ്വാബകും മിൻ മുസീബത്തിൻ, നിങ്ങൾക്ക് ബാധിക്കുന്ന എന്തൊരു ആഫത്തും ഏതൊരു മുസീബത്തും ഫബിമാ കസബത് ഐദീകും, നിങ്ങളുടെ സ്വകരങ്ങൾ പ്രവർത്തിച്ചതിൻ ഫലമാകുന്നു. നമുക്ക് നോക്കാം ഓരോ മേഖലകളിലേക്കും. നാം നമ്മുടെ കുട്ടികളെ പോറ്റി വളർത്തുന്നു. എന്നാൽ അവർക്ക് അനിവാര്യമായി നൽകേണ്ട ഇസ്ലാമികമായ ശിക്ഷണശീലനങ്ങൾ നൽകുന്ന വിഷയത്തിൽ നാം അലംഭാവം കാണിക്കുന്നു. നാം അവരെ നല്ല ഭൗതിക വിദ്യാഭ്യാസം നൽകുന്ന കാര്യത്തിൽ ശ്രദ്ധരായിരുന്നു. അങ്ങനെ നമ്മൾ കുട്ടികളെ വളർത്തി വലുതാക്കി. അവര് നല്ല യോഗ്യരായി തീർന്നു, നല്ല ജോലി സമ്പാദിച്ചു. പക്ഷെ അവർക്ക് ഇസ്ലാമിക ശിക്ഷണശീലങ്ങൾ, അവരുടെ ജീവിതത്തിന് ഗൈഡൻസ് നൽകുന്ന പരിശുദ്ധ ഖുർആൻ അവരെ പഠിപ്പിക്കുന്ന വിഷയത്തിൽ, മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് ജീവിതചര്യ അവരെ പഠിപ്പിക്കുന്ന വിഷയത്തിൽ
ആ മാർഗത്തിൽ അവരെ വളർത്തുന്ന കാര്യത്തിൽ നാം അത്രത്തോളം ശ്രദ്ധ കാണിച്ചില്ല. ഭാവിയിൽ ഈ കുട്ടികൾ ഈ മാതാപിതാക്കന്മാരെ തന്നെ തിരിഞ്ഞു നോക്കാത്ത, ഈ മാതാപിതാക്കന്മാർക്ക് കുട്ടികളുടെ സേവനവും ശുശ്രൂഷയും ലഭിക്കേണ്ട സന്ദർഭത്തിൽ അവർ യൂറോപ്പിലോ അമേരിക്കയിലോ കാനഡയിലോ ഒക്കെ പോയി നല്ല ജോലി സമ്പാദിച്ച് ഒരുപക്ഷെ അവിടുത്തെ സിറ്റിസൺ ഒക്കെ വാങ്ങി അവിടെ സുഷുപ്തിയിൽ സുഖലോലുപരായി ജീവിക്കുകയാണ്. മാതാപിതാക്കൾക്ക് അസുഖമാണെന്നറിയുമ്പോൾ ചിലപ്പോൾ ഒന്ന് വന്നു പോയേക്കാം. പക്ഷേ അവരെ ശുശ്രൂഷിക്കാൻ വേണ്ടി, അവരെ സേവിക്കാൻ വേണ്ടി അവർ സമയം ചെലവഴിക്കുന്നില്ല. അതിന്റെ പേരിൽ ജോലിയിൽ നിന്ന് അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന സമ്പാദ്യം, വരുമാനം ഉപേക്ഷിക്കാൻ അവർ തയ്യാറല്ല. ഇവിടെ ഈ വാർദ്ധക്യത്തിന്റെ അവശതയിൽ തന്റെ കുട്ടികളെ പെറ്റുപോറ്റി വളർത്തി വലുതാക്കി ആളാക്കിയിട്ട് എനിക്കിതാണല്ലോ അനുഭവിക്കേണ്ടി വന്നത്, ആ കുട്ടികളുടെ സേവനം എനിക്ക് ലഭിച്ചില്ലല്ലോ, എന്നെ ശുശ്രൂഷിക്കുന്ന കാര്യത്തിൽ അവർക്ക് യാതൊരു താല്പര്യവുമില്ലല്ലോ എന്ന് വേവലാതിപ്പെട്ടിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മുസീബത്ത് അനുഭവിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ആഫത്തുകൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ സ്വകരങ്ങൾ പ്രവർത്തിച്ചതിൻ ഫലമായാണ്. മക്കളെ വളർത്തുമ്പോൾ ഇസ്ലാമിക ശിക്ഷണശീലങ്ങൾ നൽകി വേണം വളർത്താൻ. ഭൗതിക വിദ്യാഭ്യാസത്തിന് നൽകുന്ന പ്രാധാന്യം അതിൽ കൂടുതൽ ദീനി വിദ്യാഭ്യാസത്തിന് നൽകണം. പ്രത്യേകിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കിതാബ് പഠിപ്പിക്കാൻ നാം ശ്രദ്ധ കാണിക്കണം. എന്നാൽ ഭാവിയിൽ അതിന്റെ പേരിൽ നാം ഖേദിക്കേണ്ടി വരികയില്ല. ഖുർആനിൽ അല്ലാഹു തആല ഒരു ആയത്തിൽ പറഞ്ഞു, ഒരു വിപത്തിനെ, ഒരു ആഫത്തിനെ, ഒരു ബുദ്ധിമുട്ടിനെ നിങ്ങൾ ഭയപ്പെടുക. എന്താണ് ആ ആഫത്തിന്റെ, മുസീബത്തിന്റെ സ്വഭാവം? ലാ തുസീബന്നല്ലദീന ളലമു മിൻകും ഖാസ്സ. നിങ്ങളിൽ തെറ്റ് ചെയ്തവരെ മാത്രമല്ല അത് ബാധിക്കുക, നിങ്ങളിൽ പാപികളെ മാത്രമല്ല അത് ബാധിക്കുക. ഇവിടെ തെറ്റുകുറ്റങ്ങൾ അള്ളാഹുവിന്റെ കൽപ്പന ധിക്കരിച്ചുകൊണ്ട് തോന്നിയ രൂപത്തിൽ സമൂഹം ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ഈ സമുദായം വഴികേടിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ, സ്വന്തം കുടുംബാംഗങ്ങൾ, സ്വന്തം മക്കൾ അല്ലാഹു തആലയുടെ കൽപ്പനകൾ കാറ്റിൽ പറത്തിക്കൊണ്ട് ജീവിക്കുമ്പോൾ, പെൺകുട്ടികൾ നിർബന്ധമായും മറക്കാൻ അല്ലാഹു തആല കൽപ്പിച്ച ഭാഗങ്ങളെല്ലാം പ്രദർശിപ്പിച്ചുകൊണ്ട് അങ്ങനെ കോളേജിലേക്ക് പോകുമ്പോൾ, അങ്ങനെ അവരുടെ ബോയ് ഫ്രണ്ടുമായി യാതൊരു അതിർവരമ്പുകളുമില്ലാതെ ചൊല്ലിക്കൊണ്ട് ശൃംഗരിച്ചുകൊണ്ട് ബീച്ചുകളിൽ പോയിട്ട് സമയം ചെലവഴിക്കുമ്പോൾ, അപ്രകാരം യുവാക്കന്മാർ രാത്രി എവിടെയെങ്കിലും ക്ലബുകളിൽ സമയം ചെലവഴിച്ചുകൊണ്ട് വീട്ടിലേക്ക് കയറി വരുമ്പോൾ അതിലൊന്നും ശ്രദ്ധിക്കാതെ നാം മുന്നോട്ട് പോവുകയാണെങ്കിൽ സമൂഹത്തിൽ തെറ്റുകുറ്റങ്ങൾ ചെയ്തവരെ മാത്രമല്ല അതിന്റെ വിപത്തുകൾ ബാധിക്കുക. അതിന്റെ പേരിൽ അല്ലാഹു തആലയുടെ ശിക്ഷകൾ വരുമ്പോൾ, സമൂഹം വഴികേടിലാകുമ്പോൾ, പാപകർമ്മങ്ങൾ വർദ്ധിക്കുമ്പോൾ, അതിന്റെ പേരിൽ അല്ലാഹുവിന്റെ ശിക്ഷ വരുമ്പോൾ പാപികൾ മാത്രമല്ല അകപ്പെടുക, പാപികളല്ലാത്തവരും അകപ്പെടും. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പരിശുദ്ധ കഅബ പൊളിക്കാൻ വേണ്ടി ഒരു സംഘം ഇറങ്ങി പുറപ്പെടും. സർവായുധ സജ്ജരായി വലിയ ഒരു സംഘം അതിനു വേണ്ടി ഇറങ്ങി പുറപ്പെടും. അങ്ങനെ കഅബയുടെ പരിസരത്തെത്താനാവുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ഭൂമിയിൽ ആഴ്ത്തിക്കളയും. ഭൂമിയിൽ ആഴ്ത്തുമ്പോൾ, അള്ളാഹുവിന്റെ ശിക്ഷ വരുമ്പോൾ, അവിടെ മരുഭൂമിയിൽ ഒന്നും അറിയാതെ ആടുകളെ മേയിച്ചു കൊണ്ടിരുന്ന ഇടയന്മാരുണ്ടാകും. ഈ അധർമ്മത്തിൽ യാതൊരു പങ്കും വഹിക്കാത്ത ധാരാളം പ്രദേശങ്ങൾ, ആളുകൾ എല്ലാവരും അതിൽ അകപ്പെട്ടു പോകും. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു നബിയോട്, അല്ലയോ നബിയെ, അങ്ങനെ ഈ നിരപരാധികളും അവിടെ ആഴ്ത്തിക്കളയുമോ? അവരും ഈ ശിക്ഷയിൽ അകപ്പെടുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ, അവരും അകപ്പെടും. പക്ഷേ നാളെ പാരത്രിക ലോകത്ത് മഹ്ശറ സഭയിൽ
അവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചുകൊണ്ട് വിചാരണ ചെയ്യുമ്പോൾ ഈ കഅബ പൊളിക്കാൻ വേണ്ടി പുറപ്പെട്ടവരുടെ ആ ശിക്ഷ, ആ വിചാരണക്ക് ഇവർ പാത്രമാവുകയില്ല. ഇതിൽ നിന്ന് വളരെ ക്ലിയർ ആയ സന്ദേശം നേരത്തെ പറഞ്ഞ ആയത്തിൽ നിന്ന്, ഈ ഹദീസിൽ നിന്ന്, നാം ജീവിക്കുന്ന പ്രദേശത്ത്, നാം ജീവിക്കുന്ന സമൂഹത്തിൽ, നാട്ടിൽ, നമ്മുടെ കുടുംബത്തിൽ അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ ധിക്കരിക്കപ്പെടുമ്പോൾ, അള്ളാഹു തആല വിരോധിച്ച പാപകർമ്മങ്ങളിൽ ഏർപ്പെടുമ്പോൾ, അള്ളാഹു തആല കൽപ്പിച്ചത് കാറ്റിൽ പറത്തപ്പെടുമ്പോൾ അതിനെതിരെ ശബ്ദിക്കണം, നന്മ കൽപ്പിക്കണം, തിന്മ വിരോധിക്കണം. അത് നമ്മുടെ ബാധ്യതയാണ്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അള്ളാഹു തആല ഒരു നാടിനെ നശിപ്പിക്കുകയില്ല എന്ന് പരിശുദ്ധ ഖുർആനിൽ ഗ്യാരണ്ടി പറഞ്ഞ കാര്യമാണ്. ഒരു നാട്ടിൽ സംസ്കരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അള്ളാഹു തആല നാടിനെ നശിപ്പിക്കുകയില്ല, ഗ്യാരണ്ടിയാണ്. വേറെ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി അള്ളാഹു തആല ഒരു നാടിനെ നശിപ്പിക്കപ്പെടാതിരിക്കാനുള്ള ഗ്യാരണ്ടിയായി പറഞ്ഞിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഇവിടെ കടക്കുന്നില്ല. ഇനി അഥവാ ഒരു വിഭാഗം അശ്രാന്ത പരിശ്രമം നടത്തിയാലും, നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്താലും ആ നാട്ടുകാർ കൂട്ടാകുകയില്ല. അവർ തിന്മയിൽ വ്യാപൃതരായി തെമ്മാടികളായി ജീവിക്കാം. അങ്ങനെ ജീവിച്ച ചരിത്രമാണ് ചരിത്രത്തിൽ ഏറിയപ്പം. അപ്പോൾ അല്ലാഹു തആല ആ നാടിനെ നശിപ്പിക്കും. പക്ഷേ ഈ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്തവരെ അല്ലാഹു തആല രക്ഷപ്പെടുത്തിയ ശേഷമാണ് നശിപ്പിക്കുക. ഒരുപാട് പ്രവാചകന്മാരുടെ ചരിത്രം നമുക്ക് കാണാൻ സാധിക്കും. ഒന്നാമത് നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെത് തന്നെയാണ്. കപ്പലിൽ രക്ഷപ്പെടുത്തിയ ശേഷമാണ് നശിപ്പിച്ചത്. വേറെയും പല പ്രവാചകന്മാരുടെ ചരിത്രത്തിലും അത് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ജീവിതത്തിൽ ബാധിക്കുന്ന മുസീബത്തുകളൊക്കെ, ആഫത്തുകളൊക്കെ നമ്മുടെ കൊള്ളരുതായ്മ കൊണ്ടും നമ്മുടെ സ്വയം കൃതാനർത്ഥം കൊണ്ടുമാണ് ഏറിയ പങ്കും. എന്നാൽ ആയത്ത് അല്ലാഹു തആല അവസാനിപ്പിക്കുന്നു, വയഅഫു അൻ കസീർ. നിങ്ങളുടെ എല്ലാ കർമ്മങ്ങൾക്കും അല്ലാഹു തആല ഇവിടെ ശിക്ഷ നൽകുന്നില്ല. അതിന്റെ എല്ലാം പ്രത്യാഘാതങ്ങൾ നിങ്ങളെ ബാധിക്കുന്നില്ല. വയഅഫു അൻ കസീർ. നിങ്ങളുടെ തെറ്റുകുറ്റങ്ങളിൽ ഏറിയ പങ്കും അല്ലാഹു തആല നിങ്ങൾക്ക് മാപ്പാക്കി തരികയാണ്. അതിന്റെ ഒന്നും പേരിൽ ഇവിടെ നിങ്ങൾക്ക് ദോഷബാധ ഏൽക്കുന്നില്ല. ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. കണ്ടില്ലേ, ആ രക്ഷിതാക്കള് കുട്ടികളെ മദ്രസക്ക് പോലും പറഞ്ഞയച്ചിട്ടില്ല. പക്ഷെ ആ കുട്ടികൾ നന്നായത് കണ്ടില്ലേ, യാതൊരു തെറ്റുകുറ്റങ്ങളും ചെയ്യുന്നില്ല, നേരത്തെ നിസ്കരിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ എല്ലാ കൊള്ളരുതായ്മകൾക്കും അല്ലാഹു തആല ഇവിടെ അതിന്റെ മുസീബത്ത് നൽകൂല എന്നാണ്. വയഅഫു അൻ കസീർ. നിങ്ങളെ ബാധിക്കുന്നതൊക്കെ നിങ്ങളുടെ കർമ്മഫലമാണ്. പക്ഷേ വയഅഫു അൻ കസീർ, നിങ്ങളുടെ തെറ്റുകുറ്റങ്ങളുടെ പേരിൽ, നിങ്ങൾ ചെയ്യുന്ന പാപകർമ്മങ്ങളുടെ പേരിൽ എല്ലാറ്റിനും അല്ലാഹു തആല നിങ്ങൾക്ക് ഇവിടെ മുസീബത്ത് നൽകുന്നില്ല. ഏറിയ പങ്കും അല്ലാഹു തആല മാപ്പാക്കുകയാണ്. പക്ഷേ നമ്മൾ അല്ലാഹു തആല മാപ്പാക്കിക്കോളും എന്ന് കരുതി ഇഗ്നോർ ചെയ്യുകയല്ല വേണ്ടത്. നമ്മുടെ വീട്ടില് കള്ളന്മാർ കയറിയേക്കും. നമ്മളെല്ലാ ദിവസവും വാതിൽ ശരിക്കും ലോക്ക് ചെയ്യും, കുറ്റിയിടും. ഒരു ദിവസവും അത് തുറന്നിടൂല. എല്ലാ ദിവസവും കള്ളന്മാർ വരുമോ? വരൂല. കള്ളന്മാർ ഒരു പോസിബിലിറ്റി മാത്രം. മുഴുവൻ വാതിൽ തുറന്നിട്ടാലും ചിലപ്പോൾ കള്ളന്മാർ ആ വഴിക്കേ വരൂല. പക്ഷേ ഇവിടെ സാധ്യത നമ്മൾ അടക്കുകയാണ്. എന്നതുപോലെ നമ്മുടെ കർമ്മഫലമായി നമ്മുടെ തെറ്റുകുറ്റങ്ങളുടെ പേരിൽ നമുക്ക് ഈ ലോകത്തും പരലോകത്തും ദോഷബാധയുണ്ടാകരുത്, അള്ളാഹുവിന്റെ ശിക്ഷക്ക് പാത്രമാവരുത്, അള്ളാഹുവിന്റെ വെറുപ്പ് സമ്പാദിക്കരുത് എന്ന് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം നമ്മുടെ സ്റ്റെപ്പുകൾ എന്നാണ് ഈ ആയത്ത് നമുക്ക് നൽകുന്ന സന്ദേശം. നമ്മുടെ ഹൃദയത്തിൽ കൊത്തിവെക്കേണ്ട ആയത്താണ്. വമാ അൻതും ബിമുഅ്ജിസീന ഫിൽ അർളി വമാ ലക്കും മിൻ ദൂനില്ലാഹി മിൻ വലിയ്യിൻ വലാ നസീർ. ഇനി ഈ സന്ദേശങ്ങളൊന്നും കേൾക്കാതെ, ഈ ഉപദേശ നിർദ്ദേശങ്ങളൊന്നും ചെവിക്കൊള്ളാതെ നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ വമാ അൻതും ബിമുഅ്ജിസീന ഫിൽ അർളി, നിങ്ങൾ ഭൂമിയിൽ അല്ലാഹു തആലയെ അങ്ങ് തോൽപ്പിച്ചു കളയാം എന്ന് വെക്കേണ്ടതില്ല. അല്ലാഹു തആലയുടെ കൽപ്പനകൾക്ക് പുല്ല് വില വെക്കാതെ ജീവിച്ചിട്ട് അല്ലാഹു തആലയെ തോൽപ്പിക്കാം എന്ന് നിങ്ങൾ കരുതണ്ട. വമാ ലക്കും മിൻ ദൂനില്ലാഹി മിൻ വലിയ്യ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കൂടെ ഒരു രക്ഷാധികാരി കൂടാതെ ഒരു രക്ഷാധികാരിയെയും നിങ്ങൾക്ക് ലഭിക്കുകയില്ല. വലാ നസീർ, ഒരു സഹായിയെയും നിങ്ങൾക്ക് ലഭിക്കുകയില്ല.
അതുകൊണ്ട് നിങ്ങളുടെ മുൻപിലുള്ള രക്ഷാമാർഗം ഒന്ന് മാത്രം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച വേദഗ്രന്ഥം അനുസരിച്ച്, അല്ലാഹു തആല നിയോഗിച്ച പ്രവാചകന്റെ സുന്നത്ത് അനുസരിച്ചുകൊണ്ട് ജീവിക്കുക. അതാകുന്നു നിങ്ങളുടെ വിജയപാത. ഇനി ഒരുപാട് ആയത്തുകൾ നമ്മൾ വിട്ടുപോവുകയാണ്. ഈ ഐഹിക ജീവിതത്തിൽ നിങ്ങൾക്ക് അല്ലാഹു തആല എന്ത് നിഅമത്തുകൾ നൽകിയിട്ടുണ്ടെങ്കിലും അത് ഈ ഐഹിക ജീവിതത്തിലെ നൈമിഷികമായ വിഭവങ്ങളാകുന്നു. അതിനു വേണ്ടിയാണ് നമ്മുടെ എല്ലാ പരിശ്രമങ്ങളും, ഈ നൈമിഷിക വിഭവങ്ങൾ സമ്പാദിക്കാൻ വേണ്ടി. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സന്നിധിയിൽ ഉള്ളതാകുന്നു ഖൈർ, അതാണ് ഉത്തമം. അതാകുന്നു എന്നെന്നും നിലനിൽക്കുന്നത്, അനശ്വരമായിട്ടുള്ളത്. അതാണ് നിങ്ങൾ ലക്ഷ്യം വെക്കേണ്ടത്. ലില്ലദീന ആമനു, സത്യവിശ്വാസികളായ ആളുകൾക്ക് അല്ലാഹു തആലയുടെ അടുക്കലുള്ളതാണ് ഖൈർ, അതാണ് ബാക്കിയാകുക. വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അല്ലാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് ജീവിക്കുന്ന സത്യവിശ്വാസികൾ. നമ്മൾ ആ കൂട്ടത്തിൽ ഉൾപ്പെടാനാണ് പരിശ്രമിക്കേണ്ടത്. എന്താണ് അവരുടെ സ്വഭാവം? വല്ലദീന യജ്തനിബൂനൽ കബായിറൽ ഇസ്മി വൽ ഫവാഹിഷ്, അവര് എല്ലാ മഹാപാപങ്ങളും കൈയൊഴിക്കുന്നവരാണ്, മ്ലേച്ഛ വൃത്തികളെല്ലാം ഉപേക്ഷിക്കുന്നവരാണ്. വഇദാ മാ ഗദിബൂഹും യഗ്ഫിറൂൻ, അവർക്ക് എന്തെങ്കിലും കോപം വന്നാൽ അതടക്കി പിടിച്ചുകൊണ്ട് അവർ ഇസ്തിഗ്ഫാർ നടത്തുന്നവരാണ്. കാരണം ഈ പറഞ്ഞ അല്ലാഹുവിൽ വിശ്വസിച്ചുകൊണ്ട് പാപകർമ്മങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് അല്ലാഹുവിൽ തവക്കൽ ചെയ്തുകൊണ്ട് ജീവിക്കുമ്പോൾ സമൂഹം അവരെ വെറുതെ അങ്ങോട്ട് ജീവിക്കാൻ വിടുന്നില്ല. അവർക്കായിരിക്കും ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ ഉണ്ടാവേണ്ടി വരിക. അമ്പിയാക്കന്മാർക്കാണ് ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ അനുഭവിക്കേണ്ടി വന്നത്. അത് കഴിഞ്ഞാൽ ഔലിയാക്കന്മാരാണ്. ഔലിയാക്കന്മാർ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞവരല്ലേ, അല്ലദീന ആമനു അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ, അവർക്കൊന്നും ഭയപ്പെടേണ്ടതില്ല, അവർ ദുഃഖിക്കേണ്ടതില്ല. ആരാണവർ? അല്ലദീന ആമനു വകാനു യത്തഖൂൻ, അല്ലാഹുവിൽ വിശ്വസിക്കുകയും വിശ്വസിക്കേണ്ട കാര്യങ്ങൾ വിശ്വസിക്കുകയും അല്ലാഹുവിനെ തഖ്വ ചെയ്തുകൊണ്ട് ജീവിക്കുകയും ചെയ്തവരാണ്. അവർക്കാണ് ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരിക. ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഏറ്റവും കൂടുതൽ ശകാരങ്ങളും ഉപദ്രവങ്ങളും ഒക്കെ ഏൽക്കേണ്ടി വരിക അവർക്കാണ്. പ്രത്യേകിച്ച് നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക എന്ന ദൗത്യം നിർവഹിക്കുമ്പോൾ. അങ്ങനെ വരുമ്പോൾ അവര് ധാരാളം കോപിഷ്ഠരായി പോകുന്ന അവസരങ്ങൾ ഉണ്ടാകും. പക്ഷേ അവര് ഒരിക്കലും ആ കോപാന്തരായിക്കൊണ്ട് പ്രതികാരത്തിന് വേണ്ടി മുതിരുകയില്ല, അവർ പുറത്തു കൊടുക്കുകയാണ് ചെയ്യുക. വല്ലദീന ഇസ്തജാബൂ ലിറബ്ബിഹിം, അവർ അവരുടെ റബ്ബിന്റെ വിളിക്കുത്തരം നൽകിയവരാണ്. വഅഖാമുസ്സലാഹ്, അവർ നമസ്കാരം നിലനിർത്തുകയും ചെയ്തവരാണ്. വഅംറുഹും ശൂറാ ബൈനഹും, ഇതാകുന്നു ഈ സൂറത്തിന്റെ പേരിന് നിദാനമായ സംഗതി. അവരുടെ കാര്യങ്ങൾ അവർ പരസ്പരം കൂടിയാലോചനയിലൂടെ തീരുമാനിക്കുന്നവരാണ്. അപ്പോൾ കൂടിയാലോചന എന്നത് ഇസ്ലാമിക ജീവിതത്തിന്റെ അനിവാര്യമായ ഒരു ഘടകമാകുന്നു. എല്ലാ കാര്യങ്ങളും കൂടിയാലോചനയിലൂടെയാണ് തീരുമാനിക്കേണ്ടത്. അല്ലാഹു തആലയുടെ വഹി ലഭിക്കുന്ന നബിയാണ്. പക്ഷെ ആ നബിയോട് പോലും അല്ലാഹു തആല കൽപ്പിച്ചത് വശാവിർഹും ഫിൽ അംർ, കാര്യങ്ങളിൽ അവരുമായി കൂടിയാലോചന നടത്തുക. നമുക്കറിയാം, ഇസ്ലാമിക ചരിത്രത്തിലെ സുപ്രധാനമായ നിർണായകമായ പല കാര്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തീരുമാനിച്ചത് സഹാബികളുമായി കൂടിയാലോചിച്ചുകൊണ്ടാണ്. ഒന്നാമത്തെ യുദ്ധമായ ബദർ, അത് എപ്രകാരമാണ് നേരിടേണ്ടത്, എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്, സഹാബികളോട് കൂടിയാലോചിച്ചിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തീരുമാനിച്ചത്. ബദർ അങ്ങനെയാണ് തിരഞ്ഞെടുത്തത്. ഉഹദ് യുദ്ധഘട്ടത്തിൽ സഹാബികളുമായി കൂടിയാലോചിച്ചുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തിന് വേണ്ടി പോയത്. ഖന്തഖ് യുദ്ധം, സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിന്റെ നിർദ്ദേശം, ഈ അഹ്സാബ് യുദ്ധ സംബന്ധമായി സഖ്യകക്ഷികൾ
10,000 വരുന്ന സൈന്യവുമായി മദീനക്കെതിരെ ആർത്തലച്ചു വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടിയാലോചന നടത്തി എങ്ങനെ പ്രതിരോധിക്കണം. സൽമാൻ ഫാരിസി എന്ന സ്വഹാബി പേർഷ്യക്കാരനാണ്. അദ്ദേഹം നിർദ്ദേശിച്ചു, പേർഷ്യയിലെ യുദ്ധതന്ത്രമാണ് കുതിരക്ക് ചാടിക്കടക്കാൻ സാധിക്കാത്ത ആഴവും വീതിയുമുള്ള കിടങ്ങ് മദീനക്ക് ചുറ്റും കുഴിക്കുക. അത് സ്വീകരിച്ചുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്രകാരം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരുടെ നിർദ്ദേശങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് പല കാര്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചത്. ഹുദൈബിയ സന്ധിയിൽ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തീരുമാനമെടുത്തതായി നമുക്ക് കാണാൻ സാധിക്കും. കുടുംബ പ്രശ്നങ്ങളിലും കുടുംബ വിഷയത്തിലും അങ്ങനെയാണ്. കുട്ടികളെ ഏത് കോഴ്സിന് പറഞ്ഞയക്കണം, ഏത് സ്ഥാപനത്തിന് ഓപ്ഷൻ കൊടുക്കണം, അതുപോലെ തന്നെ അവരുടെ വൈവാഹിക ജീവിതം, വിവാഹത്തിന്റെ വിഷയത്തിൽ അവരുടെ അഭിപ്രായം ആരായണം. ഇങ്ങനെ അംറുഹും ശൂറാ ബൈനഹും, അവരുടെ കാര്യങ്ങൾ കൂടിയാലോചനയിലൂടെയാണ് തീരുമാനിക്കപ്പെടുക. നമുക്കറിയാമല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ മുഷാവറയിലൂടെയാണ്, അൻസാറുകളുടെയും മുഹാജിറുകളുടെയും മുഷാവറയിലൂടെയാണ് തിരഞ്ഞെടുത്തത്. 4 ഖുലഫാ റാഷിദുകളെയും തിരഞ്ഞെടുത്തത് മുഷാവറയിലൂടെയാണ്. ഇതാണ് ഇസ്ലാമിന്റെ തനതായ രീതി ഭരണാധികാരികളെ തിരഞ്ഞെടുക്കുന്ന വിഷയത്തിൽ. പിന്നീടാണ് കുടുംബാധിപത്യവും രാജാധിപത്യവും ഒക്കെ വന്നത്. ഇസ്ലാമിക സമൂഹത്തിന്റെ അപജയത്തിന്റെ മുഖ്യ കാരണം തന്നെ അതാണ് എന്ന് ചരിത്രകാരന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും അത് തന്നെയാണ്. അറേബ്യയിൽ നിങ്ങളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങളിലെ രാജാക്കന്മാരാകുന്നു ഇന്ന് ഈ ഫലസ്തീൻ നമ്മുടെ ഖിബല നഷ്ടപ്പെടാനും അത് വീണ്ടെടുക്കുന്ന മാർഗത്തിൽ പ്രതിബന്ധമാകാനും അവിടെ 10,000 ഫലസ്തീനികൾ ഷഹീദായിക്കൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ട് തിരിഞ്ഞു നോക്കാതെ അവർക്ക് ഏതെങ്കിലും ഒന്ന് ദുആ ചെയ്തുകൊണ്ട് പോലും മക്കയിലും മദീനയിലും അവിടെ ദുആകളിൽ പോലും അവരുടെ പേര് പറയാതെ അവിടെ ആ അധികാര കസേരകളിൽ അടയിരിക്കുന്ന രാജാക്കന്മാരാകുന്നു ഈ കാലഘട്ടത്തിലും ഈ ഇസ്ലാമിക സമൂഹത്തിന്റെ, മുസ്ലിം സമൂഹത്തിന്റെ ശാപം. ഇസ്ലാമിന്റെ തനതായ രീതി മുഷാവറയാകുന്നു. അതിലേക്ക് തിരിച്ചു വരാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ സമുദായത്തിന്റെ ആദ്യ തലമുറ ഏതൊന്നുകൊണ്ട് നന്നായി തീർന്നുവോ അതുകൊണ്ടല്ലാതെ ഇതിന്റെ അവസാന തലമുറയും നന്നാവുകയില്ല. ഈ സമുദായത്തിന്റെ ആദ്യ തലമുറ നന്നായത് ഇസ്ലാമിന്റെ തനതായ മുഷാവറ സമ്പ്രദായത്തിലൂടെ ഭരണാധികാരികളെ തിരഞ്ഞെടുക്കുകയും കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുകയും ചെയ്തപ്പോഴാണ്. ആ അവസ്ഥയിലേക്ക് തിരിച്ചു വന്നാലല്ലാതെ ഈ സമുദായത്തിന് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. അറബ് ലോകത്ത് തെരഞ്ഞെടുപ്പിലൂടെ ആദ്യമായ ഒരു ഭരണാധികാരി ഈജിപ്തിൽ വന്നു. മുഹമ്മദ് മുർസി ഹാഫിളായ ഒരേ ഒരു ഭരണാധികാരിയായിരുന്നു. ഈ രാജാക്കന്മാർ അദ്ദേഹത്തെ അധികാരത്തിൽ നിന്ന് പുറത്താക്കിക്കൊണ്ട് ജയിലറകളിൽ തളക്കുകയാണ് ചെയ്തത്. അവിടെ കിടന്നാണ് അദ്ദേഹം ഷഹീദായത്. ഈ പരിശുദ്ധ ഖുർആനിൽ 114 സൂറത്തുകളിൽ ഒരു സൂറത്തിന്റെ പേര് തന്നെ ഷൂറ എന്ന് നൽകിയതിന്റെ വ്യക്തമായ സന്ദേശം നാം ഇവിടെ വെച്ച് മനസ്സിലാക്കണം. ഇവിടെ അല്ലാഹു തആലാന്റെ വിളിക്കുത്തരം ചെയ്യുന്ന കാര്യം പറഞ്ഞു, അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന ആദർശം സ്വീകരിക്കുന്ന കാര്യം. പിന്നെ പറഞ്ഞു വഖാമുസ്സലാ, നമസ്കാരം നിലനിർത്തുന്ന കാര്യമാണ്. പിന്നെ പറഞ്ഞത് അംറുഹും ശൂറാ ബൈനഹും, അവരുടെ കാര്യങ്ങൾ ഷൂറയിലൂടെ തീരുമാനിക്കപ്പെടുമെന്നാണ്. പിന്നെ പറയുന്നത് ഈ ആയത്ത് അവസാനിക്കുന്ന വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, നാം അവർക്ക് നൽകുന്നതിൽ നിന്ന് ചെലവഴിക്കുന്നവരാണ്. സകാത്ത് ഉൾപ്പെടെയാണ്. ഇസ്ലാമിന്റെ 2 തൂണുകൾ, 3 തൂണുകൾ, 1 ഷഹാദത്ത്, 2 നമസ്കാരം, 3 സകാത്ത്, ഇത് 3ഉം പറയുന്നതിന്റെ ഇടയിലാണ് ഈ ഷൂറ വഅംറുഹും ശൂറാ ബൈനഹും എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത്. ഇതിന്റെ സ്ഥാനം മനസ്സിലാക്കുക. വാപ്പ മരിച്ചാൽ മോൻ ഭരണാധികാരിയാകുന്ന കുടുംബ വാഴ്ച അത് പരിശുദ്ധ ഖുർആൻ കാണിച്ചു തന്നതല്ല, അത് ഇസ്ലാമികമല്ല. ഖുലഫാ റാഷിദീങ്ങൾ അധികാരത്തിൽ വന്നത് അങ്ങനെയല്ല. നാം അതിന്റെ വക്താക്കളായിരിക്കണം. നമുക്കറിയാം, നമ്മുടെ കേരളത്തിൽ ഒരുപാട് മുസ്ലിം സംഘടന, ഇസ്ലാമിക സംഘടനകളുണ്ട്. ഈ വിഷയത്തിൽ അവരുടെ നിലപാടുകൾ എന്ത് എന്ന് നാം പരിശോധിക്കേണ്ടതുണ്ട്.
നമുക്ക് ആദരിക്കുകയും വിലവെക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഇസ്ലാമിക സംഘടനയുണ്ട്. അവരുമായി ഞാൻ കാര്യമായി അകൽച്ച സൂക്ഷിക്കുന്ന കാര്യം, അഥവാ അവരിലേക്ക് ഞാൻ വല്ലാതെ അടുക്കാതിരിക്കാനുള്ള കാരണം, ഒരുപാട് 95% കാര്യങ്ങളും അവരുടെ നിലപാടിനോട് എനിക്ക് യോജിപ്പുണ്ട്. പക്ഷേ ഈ ഒരു കാര്യം, അവർ അറബ് ലോകത്തുള്ള ഈ രാജാക്കന്മാരോടൊപ്പമാണ് അവരുടെ നിൽപ്പ്. മുഖ്യമായി നമ്മുടെ 2 ഇരു ഹറമുകൾ സ്ഥിതി ചെയ്യുന്ന, ദുആ ചെയ്യാൻ പോലും ആ നൂറുകണക്കിന് സ്ത്രീകളും അബലകളും കുട്ടികളും നിഷ്ഠൂരമായി കൊല്ലപ്പെടുമ്പോൾ ദുആക്ക് ഉത്തരം ലഭിക്കുന്ന 2 ഹറമുകളിൽ അവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ പോലും സമ്മതിക്കാത്ത ക്രൂരനായ ആ ഭരണാധികാരികളോടൊപ്പമാണ് അവരുടെ നിൽപ്പ്. അവർക്ക് ചൂട്ടുപിഴക്കലാണ് അവരുടെ ജോലി. ഇടയ്ക്ക് വീഡിയോകൾ വരുന്നത് കാണാം, പ്രസംഗങ്ങളിൽ അവർ ഉദ്ധരിക്കുന്നത് കാണാം. അവരൊറ്റ കാരണമാണ് ഈ കക്ഷിയുമായി ഞാൻ അങ്ങേയറ്റത്തെ അകൽച്ച സൂക്ഷിക്കുന്ന കാര്യം. സാന്ദർഭികമായി ശൂറായെ കുറിച്ച് അല്ലാഹു തആല പറഞ്ഞ ഈ ശൂറ സൂറത്തിൽ അതിവിടെ പറയാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. പിന്നെയും വിശദീകരിക്കപ്പെടേണ്ട ഒരുപാട് കാര്യങ്ങളാണ് ഈ തുടർന്നുള്ള ആയത്തുകളിൽ ഉള്ളത്. ദൗർഭാഗ്യവശാൽ നമുക്ക് അതെല്ലാം വിശദീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല. നിങ്ങൾ സാധ്യമായ അളവിൽ തഫ്സീറുകൾ അവലംബിക്കുക. ഈ സൂറത്തിന്റെ അവസാന ഭാഗത്തുള്ള 1, 2, 3 ആയത്തുകൾ കൂടി ഒരു ചെറു വിശദീകരണം നൽകിക്കൊണ്ട് ഈ സൂറത്ത് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. നാൽപ്പത്തേഴാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറയുന്നു, ഇസ്തജീബൂ ലി റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിന്റെ വിളിക്ക് നിങ്ങൾ ഉത്തരം ചെയ്യുക. മിൻ ഖബ്ലി അൻ യഅതിയ യൗമുൻ ലാ മറദ്ദ ലഹു മിനല്ലാഹ്, അല്ലാഹുവിങ്കൽ നിന്ന് തടുക്കാൻ സാധിക്കാത്ത, യാതൊരു നിലക്കും റദ്ദാക്കാൻ കഴിയാത്ത ആ ദിവസം വരുന്നതിന് മുൻപ്. മാലക്കും മിൻ മൽജഇൻ, നിങ്ങൾക്ക് യാതൊരു അഭയ സങ്കേതവും ഉണ്ടാവുകയില്ല. യൗമഇദിൻ വമാലക്കും മിൻ നകീർ, ആ ദിവസത്തിൽ നിന്ന് എന്തെങ്കിലും മാറ്റത്തിരുത്തലുകൾ വരുത്താൻ, നിങ്ങളുടെ പരിണതി, നിങ്ങളുടെ കർമ്മഫലം അനുഭവിക്കുന്നതിൽ നിന്ന് യാതൊരു മാറ്റവും വരുത്താൻ നിങ്ങൾക്ക് സാധ്യമല്ല. ആ ദിവസം വന്നെത്തുന്നതിന് മുൻപ് നിങ്ങൾ അള്ളാഹുവിന്റെ വിളിക്ക് ഉത്തരം നൽകുക, അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുക. നബിയോട് അല്ലാഹു തആല പറയാണ്, ഇതെല്ലാം പറഞ്ഞിട്ടും അവർ വിമുഖരാവുകയാണെങ്കിൽ, പിന്തിരികയാണെങ്കിൽ, ഫമാ അർസൽനാക അലൈഹിം ഹഫീള, താങ്കളെ നാം അവരുടെ സൂക്ഷിപ്പുകാരനായിട്ട് അയച്ചിട്ടില്ല. ഇൻ അലൈക ഇല്ലൽ ബലാഗ്, വ്യക്തമായി സന്ദേശം എത്തിക്കുന്ന ചുമതല മാത്രമാണ് താങ്കൾക്കുള്ളത്. എല്ലാ പ്രവാചകന്മാരും ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യമാണ്. വമാ അലൈനാ ഇല്ലൽ ബലാഗുൽ മുബീൻ, വ്യക്തമായി സന്ദേശം എത്തിച്ചു തരുന്ന ഉത്തരവാദിത്തം മാത്രമേ ഞങ്ങൾക്കുള്ളൂ. ഇനി 49-ാമത്തെ ആയത്ത്, ലില്ലാഹി മുൽക്കുസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളുടെയും ഭൂമിയുടെയും എല്ലാം ഉടമസ്ഥാധികാരം, ആധിപത്യം അത് അല്ലാഹു തആലക്കുള്ളതാകുന്നു. യഖ്ലുഖു മാ യശാ, അവൻ ഉദ്ദേശിക്കുന്നത് അവൻ സൃഷ്ടിക്കുന്നു. യഹബു ലിമൻ യശാഉ ഇനാസൻ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പെൺകുട്ടികളെ നൽകുന്നു. വയഹബു ലിമൻ യശാഉ ദുകൂർ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ ആൺകുട്ടികളെ നൽകുന്നു. ഔ യുസവ്വിജുഹും ദുക്റാനം വഇനാസ, അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഇടകലർത്തിക്കൊണ്ട് നൽകുന്നു. വയജഅലു മൻ യശാഉ അഖീമ, അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ അവൻ വന്ധ്യരാക്കുന്നു, മക്കളില്ലാത്തവരാക്കുന്നു. ഇവിടെ മുഖ്യമായും ഈ സൂറത്ത് എന്നല്ല, വിശുദ്ധ ഖുർആനിൽ ഉടനീളം തൗഹീദാണല്ലോ സന്ദേശം. അല്ലാഹു സുബ്ഹാനഹു വ തആല, ഏകനായ അല്ലാഹു തആലയാകുന്ന ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്നത്
മനുഷ്യരുടെ എല്ലാ കാര്യങ്ങളും നൽകി അനുനിമിഷം അവർക്ക് വേണ്ടത് നൽകി അവരെ പരിപാലിച്ച് വളർത്തിക്കൊണ്ടിരിക്കുന്നത് അള്ളാഹു ആകുന്നു എന്നൊക്കെയാണല്ലോ. ആ അള്ളാഹുവിന്റെ ഇബാദത്ത് ചെയ്തുകൊണ്ട് ആ അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കണം. ഇതാണല്ലോ സന്ദേശം. ഇത് ധിക്കരിച്ചുകൊണ്ട് അള്ളാഹു അല്ലാത്തവർക്ക് ആരാധന അർപ്പിക്കുന്നവർ, അള്ളാഹു അല്ലാത്തവരുടെ നിയമ നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നവർ, അവരോട് അള്ളാഹു തആല ഇവിടെ പറയാണ്, നിങ്ങള് അള്ളാഹു അല്ലാത്തവർക്ക് ആരാധന അർപ്പിക്കുന്നു, അല്ലെങ്കിൽ അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുന്നു, അല്ലെങ്കിൽ അള്ളാഹു അല്ലാത്തവരുടെ വിധി വിലക്കുകൾ അനുസരിച്ചുകൊണ്ട് അവർ ഹറാമാക്കിയത് ഹറാമും അവർ ഹലാലാക്കിയത് ഹലാലും അംഗീകരിച്ചുകൊണ്ട് ജീവിക്കുന്നു. എന്നാൽ നിങ്ങൾ ഈ ജീവിക്കുന്ന പ്രപഞ്ചം, ആകാശഭൂമികളുടെ ഉടമസ്ഥത അള്ളാഹു തആലക്കുള്ളതാകുന്നു, അവൻ സൃഷ്ടിച്ചതാകുന്നു. യഖ്ലുഖുമായ യശാ, അവൻ ഉദ്ദേശിക്കുന്നത് അവൻ സൃഷ്ടിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മനുഷ്യരുടെ മനസ്സ് അള്ളാഹു തആല ക്ഷണിക്കുകയാണ്. എന്താണ്? യഹബു ലിമൻ യശാഉ ഇനാസൻ, അള്ളാഹു തആല ഉദ്ദേശിക്കുന്നവർക്ക് പെൺകുട്ടികളെ നൽകും. എത്ര ദമ്പതികളാണ് പെൺകുട്ടികൾ മാത്രമാണ് അവർക്കുള്ളത്. ഞാനിപ്പോ മകൻ ബാസിമിന് വേണ്ടി വിവാഹം അന്വേഷിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഈ മാട്രിമോണിയലിലൊക്കെ നോക്കുമ്പോൾ 3 പെൺകുട്ടികൾ, 2 പെൺകുട്ടികൾ, 4 പെൺകുട്ടികൾ, ആൺകുട്ടികളൊന്നും ഇല്ലാത്തവർ നല്ലൊരു ശതമാനമുണ്ട്. അവർക്ക് ആൺകുട്ടികളെ ലഭിക്കാൻ ആഗ്രഹമില്ലാത്തത് കൊണ്ടല്ലല്ലോ, പക്ഷെ ആഗ്രഹിച്ചാലും മാതാപിതാക്കൾ ആഗ്രഹിച്ചാൽ അത് സാധിക്കുകയില്ല. ഇതിന്റെ തീരുമാനം അള്ളാഹു തആലയിൽ നിന്നുള്ളതാണ്. യഹബു ലിമൻ യശാഉ ഇനാസൻ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് പെൺകുട്ടികളെ നൽകുന്നു. വയഹബു ലിമൻ യശാഉ ദുക്കൂർ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ആൺകുട്ടികളെ നൽകുന്നു. ചിലർക്ക് ആൺകുട്ടികൾ മാത്രമായിരിക്കും, അല്ലെങ്കിൽ 3-4 ആൺകുട്ടികളുടെ ഒരു പെൺകുട്ടിയായിരിക്കും. ഒരു പെൺകുട്ടിയെ കൂടി കിട്ടണമെന്ന് പലർക്കും ആഗ്രഹം ഉണ്ടാവും, എന്നാൽ ലഭിക്കുകയില്ല. അള്ളാഹു തആല തീരുമാനിക്കുന്നത്, അള്ളാഹു തആല ഉദ്ദേശിക്കുന്നത് യഖ്ലുഖുമാ യശാ, അവൻ ഉദ്ദേശിക്കുന്നത്. ഇനി ഔ യുസവ്വിജുഹും ദുക്റാനം വ ഇനാസ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഒക്കെ ഇടകലർത്തി നൽകുന്നു. എനിക്ക് 2 ആൺകുട്ടികളോ 2 പെൺകുട്ടികളോ, പലർക്കും അങ്ങനെയായിരിക്കും. പലർക്കും നേരത്തെ പറഞ്ഞതായിരിക്കും പെൺകുട്ടികൾ മാത്രം, ചിലർക്ക് ആൺകുട്ടികൾ മാത്രമായിരിക്കും. ഇതെല്ലാം അള്ളാഹു തആലാന്റെ തീരുമാനത്തിൽപ്പെട്ടതാണ്. നാം അള്ളാഹു തആലാന്റെ തീരുമാനങ്ങൾക്ക് വിധേയരായിക്കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിലെ നല്ലൊരു ശതമാനം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. യാതൊരു കൈകടത്തലും നമുക്ക് ഇനി നടത്താൻ സാധ്യമല്ല. ഇനി അള്ളാഹുവിനെ കൂടാതെ ഇലാഹുകളെ സ്വീകരിച്ച വിഗ്രഹാരാധകരാകട്ടെ, അല്ലെങ്കിൽ മനുഷ്യ ദൈവങ്ങളെ സ്വീകരിക്കുന്നവരാവട്ടെ, ആർക്കും തന്നെ ഇതിൽ യാതൊരു പങ്കുമില്ല, യാതൊരു സ്വാധീനവും ചെലുത്താൻ സാധ്യമല്ല. ഇനിയോ ഔ യുസവ്വിജുഹും ദുക്റാനൻ വ ഇനാസൻ ഇന്നഹു അലീമുൻ, അല്ലാഹു തആല അങ്ങേയറ്റത്തെ സൂക്ഷ്മജ്ഞനാകുന്നു. അതായത് ആർക്ക് പെൺകുട്ടികളെ നൽകണം, ആർക്ക് ആൺകുട്ടികളെ നൽകണം, ആർക്ക് ഇടകലർത്തി നൽകണം, ആർക്ക് നൽകേണ്ടതില്ല, ഇതൊക്കെ അല്ലാഹു തആലയുടെ ജ്ഞാനത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലാഹു തആല തീരുമാനിക്കുന്നതാണ്. അലീമുൻ ഖദീർ, അല്ലാഹു തആല സർവശക്തനാകുന്നു. അപ്പോ സർവശക്തനായ അല്ലാഹു തആലയുടെ തീരുമാനങ്ങൾക്കനുസരിച്ചാണ് നമ്മുടെ തന്നെ ജീവിതത്തിലെ സ്വന്തം മക്കളുടെ കാര്യം പോലും, മക്കളെ തിരഞ്ഞെടുക്കുന്നതിൽ പോലും നമുക്ക് സ്വാതന്ത്ര്യമില്ല. എങ്കിൽ അതേ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അംഗീകരിച്ചുകൊണ്ട്, ആ അല്ലാഹു തആലക്ക് വിധേയരായിക്കൊണ്ട്, ആ അല്ലാഹു തആലാന്റെ വിധി വിലക്കുകൾ അനുസരിച്ചുകൊണ്ട് അവന് ഇബാദത്ത് ചെയ്തുകൊണ്ട് ജീവിക്കുകയാണ് നിങ്ങൾ വേണ്ടത് എന്നാകുന്നു ഇവിടെ നൽകുന്നത്. ഇനി അവസാനമായി ഒരായത്ത് കൂടി വിവരിച്ചുകൊണ്ട് ഈ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. വമാ കാന ലിബശരിൻ അൻ യുകല്ലിമഹുല്ലാഹു, അല്ലാഹു തആല ഒരു മനുഷ്യനുമായും സംസാരിക്കുകയില്ല. ഇതിവിടെ പറയാൻ കാരണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നുബുവത്തുമായി വന്നപ്പോൾ, മുൻകഴിഞ്ഞ പ്രവാചകന്മാരും വന്നപ്പോൾ, ആ സമൂഹമൊക്കെ അവരോട് ചോദിച്ചിരുന്ന കാര്യം അതെന്താണ്? അല്ലാഹു തആല ഇങ്ങനെ ഒരാളെ അടിയിൽ നിന്ന് തിരഞ്ഞെടുത്തിട്ട് ഈ സന്ദേശം കൊടുക്കാൻ എന്തുകൊണ്ട് അല്ലാഹു തആല ഞങ്ങളോട് സംസാരിക്കുന്നില്ല, ഞങ്ങളോട് അങ്ങ് വിശ്വസിക്കാൻ പറയുന്നില്ല, ഞങ്ങളോട് ഇന്ന കാര്യം ഹറാമാണ് ഹലാലാണ് എന്ന് പറയുന്നില്ല
എന്നൊക്കെയുള്ള രൂപത്തിൽ, അതല്ലെങ്കിൽ ഞങ്ങളൊരു അശരീരി കേൾക്കട്ടെ അല്ലാഹു തആലാന്റെ, ഇങ്ങനെ വിവിധ രൂപത്തിലുള്ള വിദണ്ഡാവാദങ്ങൾ നബിയുടെ കാലത്തുള്ള സത്യനിഷേധികളും മുൻകഴിഞ്ഞ സമൂഹങ്ങളിലെ സത്യനിഷേധികളും ഉന്നയിക്കാറുണ്ടായിരുന്നു. അതിനെല്ലാം കൂടി അല്ലാഹു തആലയുടെ മറുപടി പറയാണ്, വമാ കാന ലിബശരിൻ അൻ യുകല്ലിമഹുല്ലാഹു. അല്ലാഹു തആല ഒരാളോടും സംസാരിക്കുകയില്ല താഴെ പറയുന്ന രൂപത്തിലല്ലാതെ. അല്ലാഹു തആല മനുഷ്യരുമായി ആശയവിനിമയം നടത്തുന്നതിന് വേണ്ടി വ്യക്തമായ ചില രീതിശാസ്ത്രങ്ങൾ അവലംബിച്ചിട്ടുണ്ട്. അതിലൊന്ന് ഇല്ല വഹിയൻ, ഒന്ന് തോന്നിപ്പിക്കുക മുഖേനയല്ലാതെ. വഹി എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ പ്രവാചകന്മാർക്ക് ലഭിക്കുന്ന വഹിയിനെ കുറിച്ചാണ്, ദിവ്യ വെളിപാട് എന്നാണ് പെട്ടെന്ന് നമ്മൾ മനസ്സിലെത്തുക. വഹി എന്ന് വെച്ചാൽ മനസ്സിൽ തോന്നിപ്പിക്കുക എന്നും അർത്ഥമുണ്ട്. ഖുർആനിൽ തന്നെ പ്രയോഗിച്ചിട്ടുണ്ട്. തേനീച്ചക്ക് അല്ലാഹു തആല വഹി നൽകി എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പൂകളിൽ നിന്ന് തേൻ ശേഖരിക്കാനും അത് കൂടുകൾ ഉണ്ടാക്കിയിട്ട് സുരക്ഷിതമാക്കാനൊക്കെ അല്ലാഹു തആല നൽകുന്ന നിർദ്ദേശം തേനീച്ചക്ക് വഹി നൽകി എന്നാണ് പറഞ്ഞത്. തേനീച്ചക്ക് ആ രൂപത്തിൽ അല്ലാഹു തആല തോന്നിച്ചു എന്നാണ്. ഇത് തന്നെ ഉമ്മി മൂസ നബിയുടെ മാതാവിന് അല്ലാഹു തആല വഹി നൽകുന്നുണ്ട്. ഈ അമ്പിയാക്കന്മാർക്ക് വഹി നൽകുന്ന പോലെ മലക്കുകളിലൂടെയല്ല അത് നൽകിയത്, മറിച്ച് തോന്നിക്കുകയാണ് ചെയ്തത്. മൂസാ നബി അലൈഹി ഇസ്ലാമിനെ ഒരു പെട്ടിയിലാക്കാനും നൈൽ നദിയിൽ ഒഴുക്കാനൊക്കെ അല്ലാഹു തആല വഹി നൽകിയെന്ന് സൂറത്തുൽ ഖസസിലും സൂറത്തുൽ താഹയിലും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒന്ന് മനസ്സിൽ തോന്നിക്കുക, ഇതാണ് അല്ലാഹു തആല മനുഷ്യരുമായി ആശയവിനിമയം നടത്താൻ വേണ്ടി സ്വീകരിച്ചിട്ടുള്ള ഒരു രീതി. ഔ മിൻ വറാഇ ഹിജാബിൻ, ഇനി അതുമല്ലെങ്കിൽ ഒരു മറക്ക് പിന്നിൽ നിന്നുകൊണ്ട് സംസാരിക്കുക. അശരീരി. മൂസാ നബി അലൈഹിസ്സലാമുമായി അല്ലാഹു തആല സംസാരിച്ചത് അങ്ങനെയാണ്. മദീനയിൽ നിന്ന് ഈജിപ്തിലേക്ക് കുടുംബസമേതം യാത്ര ചെയ്യുമ്പോൾ തൂർ പർവ്വതത്തിന്റെ, സീനാ മരുഭൂമിയിലെ തൂർ പർവ്വതത്തിന്റെ ഭാഗത്ത് നിന്ന് മൂസാ നബി അലൈഹിസ്സലാം ഒരു വെളിച്ചം കണ്ടു. അങ്ങനെ കുടുംബത്തെ അവിടെ നിർത്തി അവിടുന്ന് വെളിച്ചം ശേഖരിക്കാനും വഴി അന്വേഷിക്കാനൊക്കെ വേണ്ടിയിട്ട് പോയി. അവിടുന്ന് ആ തൂർ പർവ്വതത്തിൽ വെച്ച് അല്ലാഹു തആല മൂസാ നബിയുമായി സംസാരിച്ചു. അത് മിൻ വറാഇ ഹിജാബ്, മറക്ക് പിന്നിൽ നിന്നായിരുന്നു. അഥവാ ഒരു അശരീരി, സംസാരം മാത്രം കേൾക്കും, ഒന്നും കാണുകയില്ല. അപ്പോൾ അശരീരി. വേറൊന്ന് ഔ യുർസില റസൂലൻ ഫയൂഹിയ ബിഇദ്നിഹി മാ യശാ, അതുമല്ലെങ്കിൽ അല്ലാഹു തആല മലക്കുകൾ മുഖേന അവൻ ഉദ്ദേശിക്കുന്നവർക്ക് സന്ദേശം എത്തിക്കുന്നു. ഇതാണ് ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും മുൻകഴിഞ്ഞ പ്രവാചകന്മാർക്കുമൊക്കെ അല്ലാഹു തആല വഹി നൽകിയത്. അതാ ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന, മലക്കുകൾ മുഖേനയുള്ള ജിബ്രീൽ അലൈഹിസ്സലാം മാത്രമല്ല വേറെയും പല മലക്കുകളും അള്ളാഹുവിന്റെ സന്ദേശങ്ങളുമായി വന്നതായിട്ട് വിശുദ്ധ ഖുർആനിൽ കാണാൻ പറ്റും. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ വസതിയിൽ മനുഷ്യരൂപത്തിൽ കോമളന്മാരുടെ രൂപത്തിൽ ഒരു സംഘം മലക്കുകൾ വന്ന സംഭവം വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. അങ്ങനെ വന്നുകൊണ്ടാണ് ഇസ്ഹാഖ് നബി അലൈഹി സ്വലാമിനെ കുറിച്ചുള്ള സന്തോഷ വാർത്ത നൽകിയത്. ഇബ്രാഹിം നബിക്ക് മാത്രമല്ല, ഭാര്യ സാറാ ബീവിയോടും ആ മലക്കുകൾ സംസാരിക്കുകയുണ്ടായി. അപ്പോൾ അല്ലാഹു തആല ഒരു ദൂതനെ നിയോഗിക്കുന്നു. അങ്ങനെ ഉദ്ദേശിച്ചത് ഫയൂഹിയ ബിഇദ്നിഹി മാ യശാ, അല്ലാഹു ഉദ്ദേശിച്ച സന്ദേശം അവർക്ക് വഹി നൽകുന്നു, പ്രവാചകന്മാർക്ക് നൽകിയത്. ഈ പ്രവാചകന്മാർക്ക് നൽകുന്ന വഹിയിന്റെ മറ്റൊരു രൂപമാകുന്നു സ്വപ്നത്തിൽ കാണിക്കുക എന്നത്. പ്രവാചകന്മാരുടെ സ്വപ്നം എന്ന് വെച്ചാൽ അത് അല്ലാഹുവിന്റെ വഹിയാകുന്നു, സന്ദേശമാകുന്നു, 100% സത്യമാകുന്നു. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് മകൻ ഇസ്മായിൽ നബി അറക്കാൻ വേണ്ടിയുള്ള സന്ദേശം നൽകിയത് സ്വപ്നത്തിലൂടെയാണ്. സൂറത്ത് സാഫാത്തിൽ ആ കാര്യം വിവരിക്കുന്നുണ്ട്. യാ ബുനയ്യ ഇന്നി അറാ ഫിൽ മനാമി അന്നി അദ്ബഹു, അല്ലയോ എന്റെ കുഞ്ഞുമകനെ, ഞാൻ നിന്നെ അറുക്കുന്നതായി സ്വപ്നം കണ്ടിരിക്കുന്നു. മകൻ ഇസ്മായിൽ നബിക്ക് അറിയാം പിതാവായ ഇബ്രാഹിം നബിക്ക് ലഭിച്ചിട്ടുള്ള ഈ സന്ദേശം അത് വഹിയാകുന്നു, അല്ലാഹുവിങ്കൽ നിന്നുള്ളതാകുന്നു. അദ്ദേഹം പ്രത്യുത്തരം ചെയ്തു, യാ അബതിഫ് അൽ മാ തുഅ്മർ വ ഇന്നി ഇൻഷാ സതജിദനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ, താങ്കൾക്ക് ലഭിച്ച ആ കൽപ്പന പ്രാവർത്തികമാക്കിക്കൊള്ളുക എന്ന് പ്രത്യുത്തരം ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയും അല്ലാഹു തആലയുടെ
വഹിയായിക്കൊണ്ട് സ്വപ്നം ദർശിച്ചതായി സൂറത്തുൽ ഫത്ഹിൽ കാണാൻ പറ്റും. അഥവാ മദീനയിൽ നിന്ന് മക്കയിലേക്ക് 1400ഓളം വരുന്ന സ്വഹാബികളുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യത്തെ ഉംറ യാത്രയ്ക്ക് വേണ്ടി പുറപ്പെട്ടു. അങ്ങനെയാണ് ഹുദൈബിയയിൽ വെച്ച് ഖുറൈശികൾ തടയുകയും സന്ധി ഉണ്ടാക്കുകയൊക്കെ ചെയ്തത്. ആ യാത്ര, ആ ഉംറ നിർവഹണം അല്ലാഹു തആല സ്വപ്നത്തിലൂടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കാണിച്ചു കൊടുത്തത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നം കണ്ട കാര്യം സൂറത്തുൽ ഫത്ഹിൽ വിവരിക്കുന്നതായി കാണാൻ പറ്റും. അപ്പോൾ 3 രൂപത്തിൽ മാത്രമേ അല്ലാഹു തആല മനുഷ്യരുമായി സംവദിക്കുകയുള്ളൂ. 1 മനസ്സിൽ തോന്നിക്കുക, 2 ഒരു അശരീരി, 3 മലക്കുകൾ മുഖേന സന്ദേശം കൈമാറുക. ഇതല്ലാതെ ആരുമായും അല്ലാഹു തആല സംസാരിക്കുകയില്ല. ഈ ലോകത്തെ കാര്യമാണ് പറയുന്നത്. എന്നാൽ നാളെ പാരത്രിക ലോകത്ത് സ്വർഗത്തിൽ വെച്ച് സത്യവിശ്വാസികൾക്ക് അള്ളാഹുവിനെ കാണാൻ സാധിക്കുമെന്ന് ഹദീസിൽ കാണാൻ പറ്റും. വിശുദ്ധ ഖുർആനിൽ തന്നെയും സൂചനയും. എന്നാൽ മഹ്ശറ വൻസഭയിൽ അല്ലാഹു തആല വിചാരണ ചെയ്യും. നേർക്ക് നേരെ അല്ലാഹു തആലയെ കാണാൻ സാധിക്കുകയില്ല. അപ്പോൾ അല്ലാഹു തആലയെ നേരിൽ കാണണം, അല്ലാഹു തആല തങ്ങളോട് റിക്വസ്റ്റ് ചെയ്യണം എന്നൊക്കെയുള്ള ആ സത്യനിഷേധികളുടെ, അവിശ്വാസികളുടെ ആവശ്യങ്ങൾ അങ്ങേയറ്റം ബാലിശമാണ്. സർവലോക പരിപാലകനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നേർക്ക് നേരെ മനുഷ്യരുമായി സംസാരിക്കുകയില്ല ഈ 3 രൂപത്തിലല്ലാതെ. ഇന്നഹു അലിയ്യുൻ ഹകീം. അല്ലാഹു തആല അങ്ങേയറ്റത്തെ ഉന്നതനും യുക്തിമാനുമാകുന്നു. അല്ലാഹു തആലാന്റെ ഔന്നത്യവും അല്ലാഹു തആലയുടെ യുക്തിയുടെയും താല്പര്യമനുസരിച്ച് അല്ലാഹു തആല ചില രീതിശാസ്ത്രങ്ങൾ സ്വീകരിക്കാറുണ്ട്. അത് അല്ലാഹു തആലയുടെ സൃഷ്ടിപ്പിന്റെ വിഷയത്തിൽ, അതുപോലെ തന്നെ അല്ലാഹു തആല സൃഷ്ടികളുടെ പരിപാലനത്തിന്റെ വിഷയത്തിൽ, അതുപോലെ തന്നെ തന്റെ സൃഷ്ടികളുമായി സംവദിക്കുന്ന വിഷയത്തിൽ എല്ലാം അല്ലാഹു തആല അവന്റെ അലിയുൻ ഹക്കീം, അവന്റെ ഔന്നത്യത്തിനും യുക്തിക്കും അനുരൂപമായ, അനുയോജ്യമായ രീതിശാസ്ത്രങ്ങൾ അല്ലാഹു തആല സ്വീകരിച്ചിട്ടുണ്ട്. അതാകുന്നു ഈ പറഞ്ഞത്. ഇനി 1-2 ആയത്തുകൾ കൂടി ഉണ്ടെങ്കിലും ഇപ്രകാരം താങ്കൾക്ക് നാം വഹി നൽകിയിരിക്കുകയാണ് പരിശുദ്ധ ഖുർആൻ. മാ കുൻത തദ്രി മൽ കിതാബു വലൽ ഈമാൻ. ഈ വേദഗ്രന്ഥം എന്താണ്, ഈമാൻ എന്താണ് എന്ന് താങ്കൾക്ക് നേരത്തെ അറിയുമായിരുന്നില്ല. വലാകിൻ ജഅൽനാഹു നൂറൻ നഹ്ദി ബിഹി മൻ നശാഉ മിൻ ഇബാദിനാ. പക്ഷേ അല്ലാഹു തആല അവന്റെ ദാസന്മാരിൽ അവൻ ഉദ്ദേശിക്കുന്നവരെ തെരഞ്ഞെടുത്തുകൊണ്ട് ഈ പ്രകാശം അവർക്ക് നൽകുന്നു. പ്രകാശം എന്നാൽ സന്മാർഗ സന്ദേശം, വിശുദ്ധ ഖുർആൻ. ഇതിനെല്ലാം ഖുർആനിൽ നൂർ, പ്രകാശം എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. വഇന്നക ലതഹ്ദി ഇലാ സിറാത്തിൻ മുസ്തഖീം. ഈ പ്രകാശം മുഖേന താങ്കൾ തീർച്ചയായും ആളുകളെ അള്ളാഹുവിന്റെ ചൊവ്വായ മാർഗത്തിലേക്ക് നയിക്കുന്നു. അപ്പോൾ പ്രവാചകത്വം എന്നത് ഒരാൾക്ക് തേടിപ്പിടിക്കാനോ അന്വേഷിച്ച് കണ്ടെത്തുവാനോ പരിശ്രമത്തിലൂടെ സ്വായത്തമാക്കാനോ സാധിക്കുന്ന ഒരു സംഗതിയല്ല. വേറെ പലതും മനുഷ്യന് സാധിക്കും. പക്ഷെ പ്രവാചകത്വം ഇവിടെ അല്ലാഹു തആല പറഞ്ഞു, ഇവിടെ നമ്മുടെ ദാസന്മാരിൽ നിന്ന് നാം ഉദ്ദേശിക്കുന്നവരെ തെരഞ്ഞെടുക്കുന്നു അല്ലാഹു തആല. അതുകൊണ്ടാണ് മുഹമ്മദ് മുസ്തഫ, തിരഞ്ഞെടുക്കപ്പെട്ട മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് നാം പറയുന്നത്. അല്ലാഹു തആല തിരഞ്ഞെടുക്കുകയാണ്, ഒരിക്കലും അത് സ്വായത്തമാക്കാൻ സാധിക്കുകയില്ല. സിറാത്തില്ലാഹി അല്ലദീ ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്. ഈ ചൊവ്വായ പാത എന്നാൽ ആകാശങ്ങളെയും ഭൂമിയെയും ഒക്കെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അല്ലാഹു തആലയുടെ ചൊവ്വായ മാർഗമാകുന്നു. അലാ ഇലല്ലാഹി തസീറുൽ ഉമൂർ. അറിയുക, അല്ലാഹുവിന്റെ സന്നിധിയിലേക്കാകുന്നു എല്ലാ കാര്യങ്ങളുടെയും മടക്കം. സന്ദേശമൊക്കെ എത്തിച്ചു, സ്വീകരിച്ചവരുണ്ട്, ധിക്കരിച്ചവരുണ്ട്. പക്ഷേ എല്ലാവരെ കുറിച്ചുമുള്ള തീരുമാനം അന്തിമമായി ഇലല്ലാഹി തസീറുൽ ഉമൂർ, അല്ലാഹുവിന്റെ സന്നിധിയിലേക്കാകുന്നു. നാളെ മഹ്ശറ വൻസഭയിൽ വെച്ച് അല്ലാഹു തആല തീരുമാനം കൽപ്പിക്കും. അല്ലാഹു തആല നമ്മെല്ലാം അവന്റെ ചൊവ്വായ മാർഗത്തിലേക്ക് നയിക്കുകയും നാളെ പരലോകത്ത് വിജയം വരിക്കുകയും ചെയ്യുന്ന സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹു തആല അടുത്ത ആഴ്ച നമ്മൾ സൂറത്ത് സുഖ്റുഫ് ആണ് വിവരിക്കുക. ഒരാഴ്ച കൊണ്ട് തന്നെ
അത് കവർ ചെയ്യാനാണ് ഉദ്ദേശം. 1, 2, 3, 4, 5, 6, 6 പേജ് ഉണ്ട്. സാധിക്കുമോ എന്നറിയില്ല, പരിശ്രമിക്കാം. പിന്നെ അതിന് ശേഷമുള്ള സൂറത്ത് ദുഹാൻ ഇതിനേക്കാളും കുറച്ചുകൂടെ ചെറുതാണ്. പക്ഷെ വിഷയങ്ങൾ പരിഗണിക്കുമ്പോൾ എല്ലാം വലുതാണ്. സാധ്യമായ രൂപത്തിൽ സംക്ഷിപ്തമാക്കിക്കൊണ്ട് നമുക്ക് പൂർത്തീകരിക്കാൻ ശ്രമിക്കാം. അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വറഹ്മത്തുള്ളാഹി വബറകാതുഹു.